വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. നമ്മൾ എടുക്കുന്നത് സഭാകാലങ്ങളിൽ 2-ാമത്തെ പുസ്തകമാണ്. പത്മോസിലെ ദർശനം, പത്മോസ് ദ്വീപിലെ ദർശനമാണ്. നമുക്കത് ടിവിയിൽ കാണിക്കാൻ പറ്റില്ല, പഴയ പുസ്തകമാണ്. സഭാകാലങ്ങൾ പുതിയ പുസ്തകം വന്നിട്ടില്ല, അതുകൊണ്ട് PDF ഇല്ല. പുസ്തകം വായിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 1-ൽ നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളികളുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, യോഹന്നാൻ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവനാണ്. ആ സമയത്തൊന്നും മനസ്സിലാവാത്ത കാര്യം, മനുഷ്യന്റെ സമയം കഴിഞ്ഞ ശേഷം കർത്താവ് അവനെ ആത്മവിവശതയിലാക്കി. അവൻ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു സാധാരണ ഒരു മനുഷ്യനായി, മറ്റൊരു വ്യക്തിയായി ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു. ലോകവും അങ്ങനെ തന്നെ കണക്കാക്കുന്നു. യേശു ഒരു വ്യക്തി, യേശു ദൈവമെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചത് ആരോട്? പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാകുന്നു, അല്ലെങ്കിൽ ദൈവത്തോടു കൂടി ആകുന്നു എന്ന് യേശു തന്നെ പഠിപ്പിച്ചിരിക്കെ. എന്നാൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ അവർക്ക് മനസ്സിലാകും, അതല്ലെങ്കിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തി തരണം. ആ യോഹന്നാനെ കർത്താവ് ആത്മവിവശതയിൽ സ്വർഗീയതകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയപ്പോൾ അവൻ കണ്ടു സ്വർഗത്തിൽ സിംഹാസനം ഒന്നും സിംഹാസനത്തിൽ ഒരുവനും. അവൻ തന്നെയാണ് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും, ആദ്യയും അന്ത്യനും ആൽഫയും ഒമേഗയും. അതുപോലെ പരിശുദ്ധാത്മാവ്, ഒന്നുകിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, ഇല്ലെങ്കിൽ കർത്താവ് തന്നെ ആത്മകണ്ണ് തുറന്നു തന്ന് കർത്തൃ ദിവസത്തിലേക്ക് നാം ആകണം ആത്മീയമായി. അല്ലാതെ ആർക്കും തൃത്വം മനസ്സിലാവുകയില്ല. കർത്താവ് യേശു അങ്ങ് നമ്മെ ഗ്രഹിച്ച മഹാസ്നേഹത്തിനായി നന്ദിയോടെ ശ്രമിക്കുന്നു. ഈ സന്ദേശത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കർത്താവ് നമ്മൾ എന്ത് കേട്ട് അറിയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ ആ ലെവലിൽ നമ്മെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മാവോടും ചേർത്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുമെന്നാണ്. ഇന്ന് ആരാണ് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കാതോർത്ത് വന്നത്? ദാഹത്തോടു കൂടെ വന്നിരിക്കുന്നവരാരോ അവർ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക തന്നെ ചെയ്യും. ചുറ്റുവട്ടത്ത് ആരിയിരിക്കുന്നു, പരിസരത്ത് ആരിയിരിക്കുന്നു, ആരും വെള്ളിയില്ലോ ഇത് കേട്ടിട്ട് എന്നൊന്നും അവർക്കില്ല. അവർ ഇപ്പോൾ തന്നെ കർത്തൃ ദിവസത്തിൽ എന്ന പോലെ ആത്മവിവേശത്തിലാവുകയാണ്. അതിന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന, ഒരു സഭയിലേക്ക് വരുമ്പോൾ പുൽപ്പറ്റിലേക്ക് വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് പലവിധമായ ചിന്തകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളതെല്ലാം ക്രിസ്തുവിൽ സമർപ്പിക്കുന്നു. സകല ചിന്താമൂലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുകയും ഉൾപ്പെട്ടുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകലതും കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്ത ശേഷം ഒഴിഞ്ഞ പാത്രവുമായി ചേർന്ന് ചെന്നിരുന്ന് ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ മെസ്സേജുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിയോട് മുമ്പോട്ട് എഴുന്നേറ്റ് വന്ന് 2-3 പാട്ട് പാടുകയും അവർ വീണ്ടും ആത്മവിവശതയിലാവുകയും അതിനുശേഷം പുരോഹിതൻ പുൽപ്പറ്റിലേക്ക് വന്ന് ജനത്തിനായി മന്ന വിളമ്പി കൊടുക്കുമെന്ന കർണയുള്ള കർത്താവെ, അങ്ങ് നമ്മുടെ ആത്മാവിന് ദാഹം തീർക്കണമേ. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേയല്ലാതെ ആശ്രയിക്കാൻ മറ്റാരുമില്ല. ഈ കേൾക്കുന്ന ശബ്ദമല്ല, ഹൃദയത്തിൽ ദൈവം എന്നോട് സംസാരിക്കേണ്ടതുണ്ട്. അതിനാകുന്നു ഞാൻ ഇന്ന് വന്നത്. ആരെയും കാണാനോ കാണിക്കാനോ അല്ല, എന്റെ പ്രാണനാഥന്റെ ശബ്ദം എനിക്ക് കേൾക്കണം, എനിക്ക് കാണണം. കർണയുള്ള കർത്താവ്, അവർ അളക്കുന്ന അളവിനാൽ അവർക്ക് അളന്നു കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവെ, പ്രാർത്ഥന അവർക്ക് കേട്ടിരിക്കുക. നന്ദി. സകലതും അങ്ങയുടെ നാമം മഹത്വനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പത്മോസിലെ ദർശനം നമ്മളിത് ഇവിടെ ഏകദേശം 3 വർഷം മുമ്പ് ഇവിടെ എടുത്തതാണ്. നിങ്ങൾ വായിച്ച വചനം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിൽ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളികളുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശു സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ആമേൻ. ആരുടെ സഹോദരൻ? ഇവിടെ പറയുന്നു, ഇപ്പൊ നമ്മുടെ അല്ല. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം നമ്മൾ കണ്ടു. ദൈവം അത് തന്റെ ദാസന്മാരെ, ഒന്നിലധികം ദാസന്മാരെ കാണിക്കേണ്ടതിന് അത് അവന് നൽകി. ഈ അവൻ യേശു ക്രിസ്തു. അവൻ അത് യേശു ക്രിസ്തു, ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്തു. യേശു ക്രിസ്തു ദാസന്മാരെ കാണിക്കേണ്ടതിന്. ഈ ദാസന്മാർ ആരാണ്? നമ്മളല്ല. ഇത് 7 അല്ല, അപ്പോസ്തലന്മാരും അല്ല, 7 സഭയുടെയും ദൂതന്മാരാണ്.
അത് അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം അടുത്ത യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ സഭ 7 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അതായത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിശ്വാസത്തിൽ നിന്ന് യേശു വരുന്നതിന് മുമ്പ് ജനം തെറ്റിപ്പോകും. അപ്പൊ AD 300 യേശുക്രിസ്തു പോയി ഏകദേശം 250 വർഷം കഴിഞ്ഞപ്പോൾ നിഖ്യാസുലകദോസ് വിളിച്ചുകൂട്ടി. അവിടെ മുതൽ അവർ തങ്ങളുടെ തത്വസംഹിതകൾ ദൈവവചനത്തിൽ ആഡ് ചെയ്തു തുടങ്ങി. ആർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടായ സഭയാണ് കത്തോലിക്ക സഭ. ബൈബിൾ എടുത്ത് നോക്കുക, നേരെ വിപരീതമാണ്. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ. അവരുടെ മധ്യസ്ഥൻ ആരാണ്? കന്യാമറിയം മധ്യസ്ഥൻ. കത്തോലിക്ക സഭ അപേക്ഷിക്കുന്നു അമ്മയോട് പറഞ്ഞ അമ്മ ചെന്ന് അപ്പനോട് പറയുന്ന. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കും പോലെ പപ്പയോട് പേടിയാണെങ്കിൽ നമ്മൾ അമ്മയോട് പറയും, അമ്മ പോയി ചെന്ന് പപ്പയോട് പറയും. അതുപോലെ എന്നാണ് അവരുടെ വിചാരം. ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ഒരു മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ. എന്നാൽ മറിയോട് അപേക്ഷിക്കുന്നവർക്ക് മറിയം പറഞ്ഞിട്ടുള്ളൂ. മറിയ വ്യക്തമായി പറഞ്ഞു, യേശു അവൻ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യൂ. അപ്പൊ മറിയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ മറിയ പറയുന്നത് പോലും അനുസരിക്കാത്തവരാണ് മറിയയുടെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ഓരോ കാലഘട്ടത്തിലെ ജനത്തെ തിരികെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഭൂമിയിൽ നിന്ന് ഒരു വ്യക്തിയെ എടുക്കും. ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ഏഞ്ചൽ വരും. ആ ഏഞ്ചലിനെ അറിയിക്കാനാണ് ഈ സന്ദേശം. വെളിപ്പാട് പുസ്തകം എഴുതുന്നത്, അല്ലെങ്കിൽ യോഹന്നാന് ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് ഈ 7 സഭയുടെയും ദൂതന്മാരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? അവർ തെറ്റി നിൽക്കുന്നുവെന്നും തെറ്റി നിൽക്കുന്നവരെ യഥാസ്ഥാനത്ത് ആക്കേണ്ടതിന്റെ ആവശ്യകത ദൈവത്തിനാണ്, നമുക്കല്ല. നമുക്കായിരുന്നു. നമ്മളിപ്പോ വിവിധ സഭകളിലായിരുന്നു അല്ലേ? കത്തോലിക്കയില്, മാർത്തോമയില് ഒക്കെ ഉണ്ടായിരുന്നു, പെന്തക്കോസ്തിലുണ്ടായിരുന്നു, വിവിധ സഭകളിൽ നമ്മളുണ്ടായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ നമ്മൾ ശരിയാണ്, കറക്റ്റ് ആണ്, വിശ്വാസിയാണ്, മണവാട്ടിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പെന്തക്കോസ്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മുടെ വിചാരം. പക്ഷെ സത്യം ഒരു സമയത്ത് തിരിച്ചറിയും. അത് ദൈവം നമ്മുടെ ഹൃദയം തുറന്നു തന്നപ്പോൾ നമുക്ക് മനസ്സിലായി. എന്താ? ലോകത്ത് തന്നെ അന്യരും പരദേശികളും ദൈവമില്ലാത്തവരുമായിരുന്നു. അപ്പൊ ദൈവത്തെ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു? ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി. ഈ സ്നാനം ഒരു പള്ളിക്കാരും ചെയ്യുന്നില്ല, കത്തോലിക്കും ചെയ്യുന്നില്ല, പെന്തക്കോസ്തും ചെയ്യുന്നില്ല, സാക്ഷികൾ ഒരു മനുഷ്യരും ചെയ്യുന്നില്ല. ബൈബിളിൽ ചെയ്തിരിക്കുന്ന സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ ഈ നാമത്തിൽ ഇന്നലെ ഇവിടെ ആരോ സുവിശേഷം അറിയിച്ചോ? ബ്രദറെ തന്നെ. ഓക്കെ. ബ്രദറിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരുന്നു. വേറെ തന്നെ വലിയ ബിൽഡിങ്ങിൽ ചർച്ച നടത്തുന്ന പാസ്റ്റർ. അവിടെ നിന്ന് പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ സത്യ സ്നാനമുണ്ടോ? അതെ. എന്താണ് സ്നാനം? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ബൈബിളിൽ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ലല്ലോ. കർത്താവ് യേശു ക്രിസ്തു നാമത്തിലല്ലേ സ്നാനം? അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഉള്ള ഭൂതമുള്ളവയാണ്. ആളാരാ? പെന്തക്കോസ്ത് പാസ്റ്റർ. പെന്തക്കോസ്ത് പാസ്റ്റർ പിന്നെ എന്തിനാ യേശു ക്രിസ്തു നാമം കേൾക്കുമ്പോൾ ഇത്ര ഭൂതാളെന്നത്? അപ്പൊ അവൻ പറഞ്ഞത്, നമ്മൾ യേശുവിനെയാണ് കേൾക്കാൻ. അത് പത്രോസല്ലേ പറഞ്ഞത്, പത്രോസിനല്ല കേൾക്കാനെന്ന്. യേശുവിന്റെ ഇഷ്ടം എന്തായിരുന്നു? അപ്പോസ്തലനെ കേൾക്കണമെന്ന്. യേശു വരുന്ന സമയത്ത് യഹോവയുടെ ഇഷ്ടം യേശുവിനെ കേൾക്കണമെന്ന്. യേശു ആരാണെന്ന് തിരിച്ചറിയാത്ത ജനം യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ആരെ തള്ളിക്കളഞ്ഞു? യേശുവിനെ അയച്ച ദൈവത്തെ തന്നെ തള്ളിക്കളഞ്ഞു എന്ന് പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് ആവർത്തന പുസ്തകം 15 പണ്ട് എഴുതി വെച്ചിരുന്നതാണ്. അപ്പൊ ഈ വചനങ്ങളൊക്കെ വ്യക്തമായി പഠിച്ചിരുന്ന ജനം അന്ന് അത് തള്ളിക്കളഞ്ഞപ്പോൾ ആരും തള്ളിക്കളഞ്ഞു? യേശുവിനെ തള്ളിക്കളഞ്ഞവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. അപ്പൊ യേശു കുറെ കാലം എഴുന്നേൽപ്പിട്ട് പോകാൻ സമയത്ത് യേശു വ്യക്തമായി പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ഇനി അപ്പോസ്തലന്മാരെ കേൾക്കണം. അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെയും എന്നെ അയച്ചവനെ തള്ളുന്നു. ഇന്നത്തെ എല്ലാ പള്ളിക്കാരും അപ്പോസ്തലൻ പറഞ്ഞത് വേണ്ട എന്ന് പറയുമ്പോൾ ആദ്യമേ യേശുവിനെ തള്ളിക്കളഞ്ഞു, പിന്നെ ദൈവത്തെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും ദൈവസഭ. നമ്മളും അങ്ങനെ തന്നെയാണ് അവിടെ ഇരുന്നത്. എന്നാൽ കാലത്തികവിൽ ദൈവം ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ശരിയാക്കൂ. ഓക്കെ. അപ്പൊ കാലത്തികവിൽ ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവവചനമെന്ന് ഞാൻ പറയുന്നില്ല, വചനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലെ? ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള വെളിപ്പാട് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ മനസ്സിലായി, കർത്താവായ യേശു ക്രിസ്തു നാമം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒന്നും ദൈവം അംഗീകരിക്കില്ല. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യും. കാര്യം എന്താ? നമ്മുടെ രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ, ഭർത്താവ് എല്ലാമാണ്.
പാപം മോചിച്ചത് സകലതും. അപ്പൊ ആ നാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഓരോ കാലത്തും തെറ്റിപ്പോയ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരേണ്ടത് ആരുടെ ആവശ്യം? ദൈവത്തിന്റെ ആവശ്യം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളായിരുന്നു സഭയിൽ നമ്മൾ വലിയ വിശുദ്ധനായിരുന്നു, ശരിയായ വിശ്വാസത്തിലായിരുന്നു, സ്വർഗത്തിൽ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം ഈ കാലത്തുള്ള തന്റെ മണവാട്ടി ആയതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ നമ്മൾ അന്യരും പരദേശികളുമാണെന്ന് മനസ്സിലായി. അപ്പൊ ദൈവം തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് നൽകി. ആർക്ക്? യേശുവിന്. യേശു ആർക്ക് കൊടുത്തു? യേശു അത് ദൂതന് കൊടുത്തു. ഒരു ദൂതൻ, അവൻ തന്റെ ദൂതൻ മുഖാന്തരം ദാസന്മാരല്ല, ദൂതൻ മുഖാന്തരം ആർക്ക്? യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാനാണ് ഇത് എഴുതിയത്. പക്ഷെ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ആര്? ഏഴാം സഭാദൂതൻ. അപ്പോൾ ഒന്നാമത്തെ സഭാകാലം മുതൽ ഏഴാമത്തെ സഭാകാലം വരെ 7 ഏഞ്ചൽമാരുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തത് ഏഴാമത്തെ ഏഞ്ചൽ. അപ്പൊ ഇനി തിരിച്ചു പോയാലോ? യോഹന്നാന് കാണിച്ചു കൊടുത്തത് ഏഴാമത്തെ ഏഞ്ചൽ, ഏഴാമത്തെ ഏഞ്ചലിന് കാണിച്ചു കൊടുത്തത് യേശുക്രിസ്തു, യേശുക്രിസ്തു നൽകിയ ദൈവം. അപ്പോൾ ഈ ബാക്കി പൗലോസ് മുതൽ ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവൊന്നുമില്ല. അവരവരുടെ കാലത്ത് ദൈവം എന്ത് വെളിപ്പെടുത്തി കൊടുത്തോ അത് മാത്രമേ അവർക്കറിയാവൂ. അതുകൊണ്ടാണ് ഏഴാമത്തെ ഏഞ്ചൽ വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തിയിലേക്ക് വന്നിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആമേൻ. അതാണ് തലയിൽ ആകാശവില്ല്. ഇത് കേട്ട് വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി വരുന്നത്. ഇതിനകത്തോണ്ട് ന്യായവിധി ഉറപ്പ്. ഓക്കെ. യോഹന്നാൻ താൻ നാടുകടത്തപ്പെട്ടതായ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം ദർശനങ്ങൾ കാണുകയുണ്ടായി. ഈ ചെറിയ ദ്വീപ് ഒരു കടൽ, ഏഷ്യ മൈനറിൽ ഉള്ള ഒരു തീരത്താണ്. അത് 30 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞതും പാമ്പ്, പല്ലി, തേൾ തുടങ്ങിയ ഇഴജന്തുക്കൾ ധാരാളമുള്ളതുമായ ഒരു സ്ഥലം. വാണിജ്യപരമായി യാതൊരു തരത്തിലും പ്രാധാന്യം അർഹിക്കാത്തതായിരുന്നു. ഇത്രയും വായിച്ചത് എന്താ മനസ്സിലായ? ഇത് പത്മോസിലേക്ക് നാട് കടത്തിയതാണ്. അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയെ അന്നത്തെ ഭരണകൂടം ഉപേക്ഷിച്ചത് ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത സ്ഥലത്താണ്. പാമ്പ്, പഴുതാര മരണകരമായ അവസ്ഥയിൽ തള്ളി, ബിസിനസ് പരമായും യാതൊന്നുമില്ല. അതാണ് നമ്മൾ. ലോകപ്രകാരം നമ്മൾ ഒരു യോഗ്യതയും ഇല്ല. യോഗ്യത ഇല്ലാത്ത, യോഗ്യത കൊണ്ട് എനിക്കറിയാം, ഞാൻ നിൽക്കുന്നു, എനിക്ക് ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്നാ പിന്നെ പോകുന്നു. എനിക്കൊരു യോഗ്യതയില്ല, ഒരു കഴിവുമില്ല, കർത്താവെ ദൈവ കൃപയാൽ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ നിർജീവമായ എന്നിൽ നിന്ന് ദൈവത്തിന്റെ ജീവൻ ഉത്ഭവിക്കും. അപ്പൊ പത്മോസിലേക്ക് കൊണ്ടുനടന്നത് മരിക്കാൻ. ദൈവം ലോകത്തിന്റെ വിടുതൽ വരെയുള്ള അതിനുശേഷമുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് പത്മോസിൽ വെച്ച ആത്മവ്യവസ്ഥയിൽ കൊണ്ടുപോയപ്പോൾ. അങ്ങനെ തന്നെയാണ് നമ്മളും. ഈ ലോകത്തിരിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നിടത്ത് സുവിശേഷം അറിയിക്കാനല്ല നമ്മൾ വിളിച്ചത്, പിന്നെ സത്യ സുവിശേഷം അറിയിക്കാൻ. യേശു വന്നപ്പോൾ സുവിശേഷങ്ങൾ അറിയിച്ചു. പരിശുദ്ധാത്മ വരുമ്പോഴോ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ യേശു പറഞ്ഞതും പിതാവ് പറഞ്ഞതുമായ മർമ്മങ്ങളെ മുഴുവൻ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാണ് സകല സത്യത്തിലും വഴി നടത്തുന്നത്. അതുപോലെ ഇന്ന് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തലുള്ളവർ ഇരിക്കുന്ന അവർക്കല്ല ദൈവിക വെളിപ്പാട് കിട്ടിയത്. ഏഴാമത്തെ ഏഞ്ചലിനാണ് കൊടുത്തതെന്നും 7-ാം സഭാകാലത്താണ് വെളിപ്പെടുത്തിയതെന്നും വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം തന്നെയും പറയുന്നുണ്ട്. മനസ്സിലാവുന്നത്? അങ്ങനെയെങ്കിൽ ഈ കാണുന്ന എല്ലാ സഭകളിലേക്കും സത്യസുവിശേഷം അറിയിക്കാൻ ദൈവം ആരെ നിയമിച്ചിരിക്കുന്നു? അത് മാത്രം ആരും മിണ്ടില്ല. എന്നെ എന്ന് ഞാൻ പറയുന്നു. നിങ്ങളെ കർത്താവ് വിളിച്ച് ഈ ലോകക്കാർക്ക് അറിയാത്ത സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നമ്മുടെ ഇടയിൽ അറിയിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിപ്പോ ലാസ്റ്റ് പറഞ്ഞത് സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ. ആരാണത്? നമ്മളാണ്. സത്യശുദ്ധ പാതയിൽ, അത് പാത ഏതാ? കർത്താവായ യേശുക്രിസ്തു. ഈ നാമം വഴിയായി ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ചു വന്ന വിശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട
സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും ഉല്ലാസഘോഷമായി പോകുന്നുണ്ടോ? ഈ സുവിശേഷം അറിയിക്കുന്നത് ഉല്ലാസഘോഷം. ഇതാണ് തുറന്നു കൊടുക്കുന്നുണ്ട്. തകർത്തലിന്റെ മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ന്യായവിധി സമയത്ത് കേൾക്കുന്ന ശബ്ദം ഇന്ന് നമ്മൾ അറിയിക്കുന്ന സുവിശേഷമാണ്. അവരറിയിക്കുന്നില്ല. അവരെ അറിയിക്കുന്നത് നമ്മൾ അറിയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മത്തായി 13:30 പ്രകാരം ഗോതമ്പിനെ കളപ്പനയിലേക്ക് ശേഖരിക്കുന്ന സുവിശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അവർ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞതും യോഹന്നാൻ പറഞ്ഞതും ഇതാ സകല ലോകത്തിന് ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം. മാനസാന്തരപ്പെട്ട് എന്ത് വിശ്വസിക്കാൻ? സുവിശേഷത്തിൽ വിശ്വസിക്കാൻ. നമ്മളോ സത്യസുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് നമ്മൾ പോകുന്നത്. കാര്യം യേശു പോയ ശേഷം പരിശുദ്ധാത്മാവെന്ന് പറയുന്നതാണ് സകല സത്യത്തിലുമുള്ളത്. അതുകൊണ്ട് അവരുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പണ്ട്. ബൈബിൾ നമ്മുടെ കയ്യിലില്ലായിരുന്നോ? അന്ന് നമ്മൾ വായിച്ചും ധ്യാനിച്ചും വീട്ടിലിരുന്ന് മാസങ്ങളും വർഷങ്ങളും ചെലവഴിച്ചെങ്കിലും ആ വഴികൾക്ക് മുകളിലൂടെ പോയതല്ലാതെ ഒരു മർമ്മവും നമുക്ക് വെളിപ്പെടുത്തില്ല. എന്തുകൊണ്ടാ? അപ്പോസ്തലന്മാർ സംസാരിച്ചു തന്നെ മർമ്മമായിട്ടത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയും മർമ്മമായിട്ടാണ് അപ്പോസ്തലന്മാർ സംസാരിച്ചത്. അതിനെ വെളിപ്പെടുത്തി തരുന്നതിനാണ് വെളിപ്പാട് പുസ്തകം 1 കർത്താവ് പറഞ്ഞത് ഒരു ദൂതനെ അയച്ചിരിക്കുന്നത്. ആ ഏഞ്ചൽ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ദൈവകൃപയാൽ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ. ഓക്കെ, അപ്പൊ വാണിജ്യപരമായി യാതൊരു തരത്തിലും കൊള്ളാത്തതായിരുന്നു നമ്മളെയും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഇപ്പൊ യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ ആ ബ്രദറിന് ചോദിച്ചത് നിങ്ങൾ യേശു നാമക്കാരാണോ എന്ന്. അപ്പൊ പിന്നെ അവരേത് നാമക്കാര്? വേറൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളൂ. കർത്താവ് യേശുക്രിസ്തു നാമത്തിലാണെങ്കിൽ അവർക്ക് പുച്ഛം. ഈ യേശുക്രിസ്തുവിന് ഈ സഭകളുടെ ഇരിക്കുന്ന ഇവരുടെയൊക്കെ ഭർത്താവ് എന്ന് പറയുന്നത്, അവരുടെ ഭർത്താവിന്റെ നാമം അവർക്ക് ഉപയോഗിക്കാൻ ലജ്ജയാണ്. കർത്താവിനെ ധരിച്ചിട്ടില്ല. ആ നാമത്തിൽ ഒന്നും ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ സ്നാനപ്പെടാനോ അവർക്ക് മനസ്സുമില്ല. എന്നാൽ നമ്മൾ അത് വചനത്തിലൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ നമ്മളേതോ പിശാച് ബാധിച്ചവരായിട്ടാണ് അവർ കാണുന്നത്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ നിങ്ങളെ ലോകത്തു നിന്ന് തിരഞ്ഞെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവരാജ്യത്തിൽ ഒരു പൗരത്വവും സ്വർഗത്തിൽ ഒരു വീടുമുണ്ട്. റോമാ സാമ്രാജ്യ അധിപന്മാർ തങ്ങളുടെ രാജ്യത്തെ ഘോര കുറ്റവാളികളെയും രാഷ്ട്രീയ കുറ്റവാളികളെയും തടവിൽ പാർപ്പിക്കുന്നതിനുള്ള ഒരു കോളനി ആയിരുന്നു പത്മോസ് ദ്വീപ്. യോഹന്നാൻ ഇവിടെ ക്രൈസ്തവരെ അഭിസംബോധന ചെയ്തത് എങ്ങനെ ശ്രദ്ധിച്ചോണേ. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ നോക്കണം. യോഹന്നാൻ അല്ല, യോഹന്നാൻ ഒന്നും അറിയില്ല, അപ്പോസ്തലന്മാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കണം, ഏത് കാലഘട്ടത്തിലേക്ക് വേണ്ടി ഇപ്പോഴേ സംസാരിക്കണമെന്നത് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിനല്ലാതെ അറിയില്ലതാ അവിടെ ചോദിക്കുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂട്ടാളികളാത്രം ആഘായിലും ഉൾപ്രദേശങ്ങളിലും അവിടെയും ഇവിടെയും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നത് ബൈബിൾ. ആരാണ് വിശുദ്ധൻ? വിശുദ്ധനായിട്ട് കിടക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണ് കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം. അപ്പൊ ഈ ഒരു സ്നാനം ഏൽക്കാതെ തന്നെ ലോകസഭകളെല്ലാം പറയുന്നു വചനം ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണ്. ഇല്ല, വ്യക്തമായി പറയുന്നു. അവിടെ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ഒരു വ്യക്തി, ഒരു പാപിയായ വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് അവനെ വിശുദ്ധനായി എണ്ണണമെങ്കിൽ കർത്താവ് ഒരു നാമം നൽകി, ഒരു സ്നാനം നൽകി. ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. ആ പ്രകാരമല്ലാത്ത ഒരു വ്യക്തികളെ ദൈവം വിശുദ്ധനായിട്ട് കാണില്ല. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂട്ടാളികളായവരുടെ സഹോദരൻ എന്നാണ്. ഈ കാലഘട്ടത്തിൽ ആദ്യ സഭ വലിയ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. സഭ, ആദ്യ സഭ. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ആദ്യ വിശ്വാസത്തിലേക്ക്. അവിടെ ഉപദ്രവം തുടങ്ങിയിട്ടില്ല. ഉപദ്രവം തുടങ്ങുമ്പോഴറിയാം നമ്മൾ എത്ര പേർ കറക്റ്റ് വിശ്വാസികളാണ്. ക്രൈസ്തവ മാർഗത്തെ കുറിച്ച് എല്ലായിടത്തും എല്ലാവരും എതിരായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ പിടിച്ച് തടവിലാക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. ആര്? ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ആര്? ക്രൈസ്തവ മാർഗം. നമ്മൾ ഈ ക്രിസ്ത്യാനി ലോകം മുഴുവൻ. വാസ്തവത്തിൽ ക്രിസ്ത്യാനി ആരാണ്? ക്രിസ്തുവിന്റെ അനുകാരി. ക്രിസ്തു ആരാണെന്ന് പറയുന്നത് യേശു ക്രിസ്തു പറയും ശരിയാണ്. പക്ഷെ വെളിപ്പാട് ലഭിച്ചവൻ പറയും ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ്.
പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പറഞ്ഞത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവൻ മാത്രമേ ക്രിസ്തുവിന്റെ അനുകാരിയാവുള്ളൂ. എന്തുകൊണ്ട്? യേശു പറഞ്ഞു, ഇവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഇവനെ തള്ളുന്നവൻ എന്നെ അയച്ചവൻ തള്ളുന്നു. അപ്പോസ്തലൻ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ യേശുവിന്റെ അനുകാരിയാകാൻ പറ്റും? അപ്പോ ക്രിസ്തു മാർഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ക്രിസ്ത്യാനികൾ പറയുന്നത് വേറെ ഒരു നാമമല്ല. നാമമല്ലാത്ത 3 വാക്കുകളെ നാമം എന്ന് പറയുന്നു. നമ്മളാണ് ക്രിസ്തീയ മാർഗം. ഓക്കെ. യോഹന്നാനും അനേകായിരങ്ങളെ പോലെ തന്നെ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം കഷ്ടത അനുഭവിച്ചു. എന്ത് നിമിത്തം? ദൈവവചനവും പിന്നെയോ യേശുക്രിസ്തുവിന്റെ നാമവും നിമിത്തം. അതാണ് നമുക്കുണ്ടാകുന്ന പഴിയിൽ നിന്ന പരിഹാസം. അവർ യോഹന്നാനെ പിടിച്ച് 24 മണിക്കൂർ നേരം തിളയ്ക്കുന്ന എണ്ണയിലിട്ടു കൊല്ലുവാൻ ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ ദൈവം അത്ഭുതകരമായി യോഹന്നാനെ കാത്തു സൂക്ഷിച്ചു. എന്തുകൊണ്ട്? യോഹന്നാനിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് കേട്ട പ്രവാചകൻ പറയാണ്, ഇന്നത്തെ പറയാം, സഭാരാധനയ്ക്ക് സഭയിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ സഭയിൽ പങ്കെടുക്കാതെ നാം എവിടെ പോയി എന്ത് ചെയ്താലും ആ പ്രവൃത്തിയിലോ ആ ആയിരിക്കുന്ന സ്ഥലത്തോ യേശുക്രിസ്തു ഇല്ല, അത് മരണത്തിനാണെന്ന് ഓഡിയോ ഉണ്ട്. ഞാൻ ഇന്ന് കേട്ട മെസ്സേജ് ഏതാണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്ന ഏതാണത്ര യഥാർത്ഥ ആരാധന. ആ മെസ്സേജാണ് വീട്ടിലിട്ടിരുന്നത്. അപ്പൊ അതിനകത്ത് പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഞായറാഴ്ച ദിവസം തിരുവത്താഴം യേശുക്രിസ്തു എവിടെയാണ്? സഭയിൽ. അപ്പൊ സഭയിൽ വരാതെ മറ്റൊരു സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും ആവശ്യമായി ഇരിക്കുന്നു എങ്കിൽ അവിടെ യേശുക്രിസ്തു ഇല്ല, ആ പ്രവൃത്തി യേശുക്രിസ്തു ഇല്ല. അത് പിന്നത്തേതിൽ മരണത്തിനായിരിക്കും. ഈ തിളച്ച വെള്ളം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുമ്പോൾ കുറെ സമയം തിളച്ചോണ്ടിരിക്കും, കുറെ സമയം കൂടെ ചൂടുകൊണ്ടായിരിക്കും. റിസൾട്ട് കറക്റ്റ് അറിയണമെങ്കിൽ തീയുടെ അടിയിലല്ല എന്ന് തീര് പരിശുദ്ധാത്മാവ് അതിനടിയിലല്ല എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ നമ്മൾ സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവോട് നിന്ന് അല്ലെങ്കിൽ അഭിഷേകത്തോടുകൂടി നിൽക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹം ലഭിക്കുമ്പോൾ ഞാൻ പതുക്കാൻ വിട്ടുപോകും. വിട്ടുപോയാൽ ആദ്യം കുഴപ്പമുണ്ടായാലും കുറെ ദിവസം കഴിയുമ്പോഴാണ് ഓരോ തരത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇല്ലാത്തത് കൊണ്ടാണ്. അതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു? എന്തുകൊണ്ടാണ്? കർത്താവേ, ഞാൻ അങ്ങയുടെ പുത്രനല്ലേ പിതാവെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പുത്രിയില്ല, ദൈവസന്നിധിയിൽ പുത്രിയില്ല, പുത്രനേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളാണെങ്കിലും ആത്മാവ് വഴി നടത്തുന്നവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഞാൻ തന്നെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചാൽ ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നതാകുന്നു അതിന്റെ അൾട്ടിമേറ്റ്. എന്നിട്ട് നമ്മൾ അനുസരിക്കുന്നു. സാധാരണ അലക്ഷ്യമാക്കരുത്. കർത്താവ് പറഞ്ഞ പോലെ എപ്പോഴും സന്തോഷത്തിൽ ഇടപെടാതെ പ്രാർത്ഥിപ്പിൽ എല്ലാവർക്കും സ്തോത്രം ചെയ്യുകയും നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുകയും കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടത് എന്തൊക്കെയാണോ അത് കൃത്യം പ്രമാണിച്ചനുസരിക്കുന്നവർ മാത്രമാണ് നമ്മൾ യേശു പ്രാർത്ഥന പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളോട് എടുത്തപ്പോൾ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെയെങ്കിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്ന ഒരൊറ്റ എണ്ണയും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പാടില്ല. മക്കളാണ് പിതാവെന്ന് വിളിക്കാൻ. അന്യൊരു പയ്യൻ വന്ന് എന്നെ പപ്പാന്ന് വിളിക്കൂ, എന്റെ മകനാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പൊ ഞാൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കണമെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കുന്നു എങ്കിൽ എനിക്ക് വിളിക്കാം. ഇല്ല എങ്കിലും വിളിക്കാമെന്ന് പറയുന്നത് എങ്ങനെ? ന്യായവിധിക്കായി. ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ട് ഞാൻ പുത്രനാണെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവനെന്ന് എന്റെ ബോധമാണ് എന്നെ ദൈവത്തെ പിതാവെന്ന് വിളിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രവാചകൻ എന്തായിരുന്നോ? സഭാരാധന ആ കാര്യം തന്നെ പറയാം. സഭയിൽ വരണമെന്നോ ദൈവത്തിന് പ്രകാരം എന്തെങ്കിലും ജീവിക്കണമെന്നോ വസ്ത്രധാരണം ചെയ്യണമെന്നോ എന്തെങ്കിലും പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്റേതായ രീതിയിൽ അതിന് എടുത്തിട്ട് ഞാൻ ആ സമയത്ത് ദൈവമായിരിക്കുന്നതിൽ നിന്ന് ദൂരമായി നിന്നിട്ട് അതിനെ ദൈവത്തെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പ്രവാചകൻ പറയുന്നറിയാമോ? പ്രവാചകൻ കർത്താവ് പറഞ്ഞ നമ്മൾ ദൈവത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് എന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഒന്ന് മനസ്സിലാക്കണമേ. ഇന്ന് സഭയിൽ പോകാൻ പറഞ്ഞില്ല, കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, വചനം വായിക്കാൻ പറ്റില്ല, മെസ്സേജ് കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്റെ അവസ്ഥ ഇതായി പോയി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന് ഒറ്റ നീതിയേ ഉള്ളൂ. അതോടൊപ്പം പോകുന്നവരാണ് ക്രിസ്തുവിന്റെ അനുകാരി. അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ദൈവസന്നിധിയിൽ പാപമെന്നിരിക്കെ ആ പാപത്തിൽ ഞാൻ പോയി നിന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഒന്ന് ക്ഷമിക്കണമേ. ദൈവം അങ്ങനെയില്ല.
അംഗീകരിച്ച അടുത്ത് പറഞ്ഞത് നോഹയുടെ കാലത്ത് അനുസരണം കെട്ടതിനാൽ കൊന്നു കളഞ്ഞ ദൈവജന അല്ലെങ്കിൽ ജനത്തെ തിരികെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് ദൈവം അവരോട് ക്ഷമ ചോദിക്കേണ്ടി വരുന്നു. ദൈവം ക്ഷമ ചോദിക്കുന്നു. മഴ മുകളിൽ നിന്ന് കാണാതിരിക്കാൻ മഴ വരാൻ പോകുന്നു. വെള്ളത്തെ ആടുന്നതിന് താഴ്ന്ന തടി ഉണ്ടാക്കി വെച്ചിട്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ബുദ്ധിപരമായിട്ടും എല്ലാം പ്രതികൂലം. അവർക്ക് അത് പറയാം, കർത്താവേ ഈ തടി ആയതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. അതുമെല്ലാം 8 പേർക്കുള്ള അറയേ ഉള്ളൂ, ഞങ്ങൾക്കുള്ള ആഹാരവും ഇല്ല, മൃഗങ്ങൾക്കാണ് ആഹാരം. അല്ല ഞങ്ങൾ ദൂരമായിരുന്നു, ഇവിടെ ഞങ്ങൾ പോകാൻ പറ്റില്ല. എന്റെ വല്യമ്മച്ചി വല്യപ്പനൊക്കെ വളർന്നു കിടക്കയിലാണ്, എന്റെ കുഞ്ഞുങ്ങളുണ്ട്, ഇതിനൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റില്ല, എന്റെ കൃഷിയുണ്ട്, എന്റെ ആടുമാടുകളുണ്ട്, അന്ന് ലോകത്തിന്റെ ഭാര്യ എതിരിഞ്ഞോക്കെ ഇതെല്ലാം കൊണ്ട് കർത്താവ് ഒന്ന് ഈ കാര്യങ്ങൾ അറിയാതെ കർത്താവ് ദൈവമാണ് ഇതെല്ലാം എനിക്ക് നൽകിയെന്ന് പറഞ്ഞു. അതിന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനല്ല, കർത്താവാണ് വന്ന് പറയുന്നത്. അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് എഴുന്നേൽപ്പിച്ചോളൂ, കർത്താവ് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ പോരാതിരുന്ന സകലനെയും കർത്താവ് ഉണർത്തിക്കൊണ്ടുവന്ന് ക്ഷമ ചോദിക്കുമെങ്കിൽ, ക്ഷമ ചോദിക്കേണ്ടി വരുമെങ്കിൽ നമ്മളോട് ക്ഷമ ചോദിക്കും. വചനത്തിനപ്പുറത്ത് ചെന്നിരുന്നിട്ട് എനിക്കും പറയാം, കർത്താവ് എന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുന്നവർ വരും. ക്ഷമിച്ചാൽ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. ഈ കാലം നോഹയുടെ കാലം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഞാൻ ഇങ്ങനൊന്നും പറയേണ്ടത് കേട്ടോ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ ഇന്നും പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയും ചെയ്യണം. ഞാൻ ഇതൊന്നും പറയുന്നത് പലതവണ പറഞ്ഞു സഭയിൽ, ഇത് പറയുമ്പോഴാണ് വിഷമം വരുന്നത്. പക്ഷെ മക്കൾ തെറ്റിപ്പോയാൽ ഉപദ്രവിക്കാതെ ഏതോ അപ്പനുണ്ടെന്ന് ബൈബിൾ തന്നെ പറയുന്നു. ഇല്ലേ, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ഏതുണ്ട്? എന്തിനാ ശിക്ഷിക്കുന്നത്? ശരിയായി വരാനാണ്. അപ്പൊ നോക്കുക, ഒരു കാര്യം കൂടെ പറയാം. ഇത് നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞു, രാവിലത്തെ പ്രയറിൽ പറഞ്ഞാണ്. ഇപ്പൊ ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇടുക്കി മുതൽ ഇതുവരെയുള്ള കാര്യം നോക്കണം. കുറഞ്ഞ ഒരു 50 ലക്ഷം ജനങ്ങൾ നോക്കാം. 3.5 കോടി ജനമുണ്ട്. ഒരു 50 ലക്ഷം ജനം ഈ ഇത്രയും ഏരിയയില്. ഈ 50 ലക്ഷം ജനത്തിന്റെ അടുത്ത് നമ്മൾ എത്ര പേര് വിശ്വാസം? ഒന്നവരുണ്ട്, ചെറുക്കാത്തകടയുണ്ട്, പ്രസിദ്ധങ്ങളുടെ അവിടെയുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പാട്, അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ട് എത്ര പേര് ദൈവം വിളിച്ചു? ഈ 50 ലക്ഷം ജനത്തിന്റെ ഇടയിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ചുരുക്കം പേര് 10, 25, 50 അല്ലെങ്കിൽ 100, അതുകൊണ്ട് ഒരിക്കലും കൂടുതലില്ല. ഈ 100 എണ്ണം കേൾക്കുന്നുണ്ടോ? ഈ 100 പേരെയും ദൈവം എത്ര വിശ്വസ്തമെന്ന് കണ്ടിട്ടാ വിളിച്ചോന്ന് ആലോചിച്ച് നോക്കാം. എത്രയോ തിരുസഭയോടെ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തിന് വേണ്ടി ഈ ദശാംശം പാതാരവും കൊടുത്ത് കർത്താവിന് വേണ്ടി വെള്ളി ശനി ഞായർ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയി കുഞ്ഞുങ്ങളെ എല്ലാവരും എത്രയോ ജനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. ദൈവം അവരാരെയും അല്ലല്ല വിളിച്ച് നമ്മളല്ലേ വിളിക്കുന്നു. ഇത് നമുക്ക് നല്ലവണ്ണം അറിയാം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും. എന്റെ യേശു എനിക്ക് വേണ്ടി രക്തം ഒഴിക്കുമെന്നും പറയും. പ്രാണൻ കഴിഞ്ഞു കർത്താവേ നീ അല്ലാതെ ആരുമില്ലെന്നും പറയും. എല്ലാം കൊണ്ടെല്ലാവരും കർത്താവിന്റെ മുമ്പിൽ നടക്കുന്നത്, അവര് പോലും നടക്കുന്നില്ല. അപ്പൊ നമ്മെ വിളിച്ചെന്നുള്ള ഉറപ്പാണല്ലോ, ഇല്ലെങ്കിൽ ഗ്രഹിക്കില്ല. വിളിക്കപ്പെട്ടവർ അനേകർ ആ കൂട്ടത്തിലേ വരുന്നുള്ളൂ. രണ്ടാമത്തെ ഗണത്തിലെ വരുന്നുള്ളൂ. വിളിക്കപ്പെട്ടവർ അനേകർ. അടുത്തതോ തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. ആ തെരഞ്ഞെടുത്തതിൽ നിന്നാണ് അവസാനം തേജസ്കരണത്തിൽ അതിലേറെ ചുരുക്കം. അപ്പൊ ഒന്നാമത്തെ ദൈവത്തിന്റെ വിളിയിൽ തന്നെ നമ്മളെ പ്രാകാരത്തിലാക്കിയിട്ട് ദൈവോധനം തന്ന് ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്ത് ദൈവത്തെ വഞ്ചിക്കുകയാണ്. എന്നിട്ട് പറയുന്നതോ, ഞാൻ എന്നെ എഫേസ്യർ 1:3 പറയും, സ്വർഗത്തിൽ സ്വർഗീയ ഇടങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ സകല നന്മകളും അനുഗ്രഹം തന്ന് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന. ഞാൻ സ്വർഗത്തിലാണെന്നും പറഞ്ഞോളൂ. അനീതി ചെയ്യുന്നവന് ദർശിക്കാൻ പോലും പറ്റില്ല, കള്ളം പറയുന്നവരും പോവില്ല. ദർശിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ എന്തെല്ലാം മറ്റുള്ളവർ അറിഞ്ഞതും അറിയാത്തതുമായ ഏതെല്ലാം തരത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിന് ഇപ്പൊ വായിച്ചതാണ്, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചവർക്ക് എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്ത് കഷ്ടം അനുഭവിക്കുന്നു കർത്താവിന്റെ നാമത്തെ പ്രതി? ഇന്നിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരാൾ കാണുന്നുണ്ടായോ? ഓക്കെ, അവരോട് ഞാൻ പറഞ്ഞു, ഓരോരോ അവസരമായിട്ട് വരുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചതാണ്, ഇന്ന് നിങ്ങളുടെ ബന്ധത്തിൽ, രക്തബന്ധത്തിൽ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്ത അസുഖമൊക്കെ അപ്പഴ് പോകും, ഈ ഉള്ള അസുഖം അപ്പഴ് പോകും. ഇല്ലാത്ത വാഹനം ഉണ്ടാക്കി പിടിച്ചിട്ട് നമ്മളോട് എന്തുകൊണ്ടാ? രക്തബന്ധം. അപ്പൊ ജീവനുള്ള രക്തവുമായി യേശു ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമുള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അധികം തീക്ഷ്ണതയായിരിക്കും. അവരാണെങ്കിൽ യേശുവിനെ സ്വീകരിച്ചിട്ട് പോലുമില്ല. പലതവണ കയറി ഇറങ്ങി നടന്നപ്പോൾ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ നമ്മളെ ആണ്ടിപ്പായിക്കുകയാണ്. ഇനി ഏതെങ്കിലും കല്യാണത്തിന്, മരണത്തിന് എവിടെയെങ്കിലും വെക്കേണ്ട നമ്മുടെ മൈൻഡ് ഒഴിച്ചിരിക്കില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇതിലെ കൂടെ കറങ്ങി നിൽക്കുന്നു കാര്യം നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്.
അങ്ങനെയുള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികളോട് അവരുടെ ആവശ്യത്തിന് നമ്മൾ പോകും. കർത്താവ് പ്രാണൻ പിടിച്ചിട്ട് കാത്തിരിക്കുകയാണ് വിശ്വസനം കണ്ടിട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? കെട്ടാവോ മാളു മാളു ഓക്കെ. അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുക. ദൈവം മിനിമം 50 ലക്ഷം ജനത്തിന്റെ ഇടയിൽ നിന്ന് കർത്താവ് ചുരുക്കം ചിലരായ നമ്മെ വിളിച്ചിട്ട് ദൈവം വിളിച്ച വിശ്വാസതയ്ക്കനുസരിച്ച് നമ്മൾ നിൽക്കുമോ എന്ന് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒന്ന് പരിശോധിച്ചു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 21-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. വിളിക്കപ്പെട്ടവരെ ക്ഷണിക്കേണ്ടതിന് ദൂതന്മാരെ അയച്ചപ്പോൾ അവരൊന്നും യോഗ്യന്മാരല്ലെന്ന്. എന്താ? അവർ ബിസിനസ്സിന് പോയി, നിലങ്ങൾ വാങ്ങിക്കാൻ പോയി. അതെന്ത് ചെയ്തു? പിന്നെ വഴിത്തലക്കിൽ കണ്ട ദുഷ്ടനെയും നല്ലവനെയും വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അതൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെ പറയുന്നത് യോഗ്യന്മാരല്ലാതും ദൈവം നമ്മളെ വിളിച്ചു. പക്ഷെ നമ്മളെ വെച്ചിട്ട് കർത്താവ് വേറെ പെട്ടു പോകാൻ സമയത്ത് ഏരിയാവിനോട് പറഞ്ഞാൽ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് എവിടെയെങ്കിലൊക്കെ കാണും. നമ്മൾ വലിയ ഭക്തി നടിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും ഓരെണ്ണം രക്ഷപ്പെട്ടിട്ടേക്ക് വെച്ചിട്ടാണ്. ഓക്കെ. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം കഷ്ടത അനുഭവിക്കുകയായിരുന്നു. അവർ യോഹന്നാനെ പിടിച്ച് 24 മണിക്കൂർ നേരം തിളയ്ക്കുന്ന എണ്ണയിലിട്ടു കൊല്ലുവാൻ ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ ദൈവം അത്ഭുതകരമായി യോഹന്നാനെ കാത്തു സൂക്ഷിച്ചു. അവരുടെ ശ്രമം ഫലിക്കാതെ വന്നപ്പോൾ കലി കയറിയ അധികാരികൾ അവൻ ഒരു മന്ത്രവാദിയാണെന്ന് കുറ്റം ചുമത്തി പത്മോസ് ദ്വീപിലേക്ക് അവനെ നാട് കടത്തുകയാണ് ഉണ്ടായത്. നോക്കൂ, അവർ കൊല്ലാനായിട്ട് കൊണ്ട് കളഞ്ഞെടുത്തുന്ന ദൈവം ജീവൻ പകർന്നു നമുക്ക് ഉൾപ്പെടെ ദൈവത്തിന്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഉണ്ടായ ദർശനങ്ങളുടെ കാലം 2 വർഷക്കാലമാണ്. AD 95 മുതൽ 96 വരെ. 95-96. ദൈവവചനത്തിലെ ദർശനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദർശനങ്ങളാണവ. വെളിപ്പാട് പുസ്തകം മുഴുവനും പ്രതിരൂപങ്ങളാണ്, പ്രതിരൂപങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ പുസ്തകം വളരെയേറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പാത്രമായിട്ടുണ്ട്. എന്നിരുന്നാലും ദൈവത്തിന്റെ മുദ്ര ആ പുസ്തകത്തിന്മേലുണ്ട്. അതായത് ദൈവത്തിന്റെ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ചത് പലരും പല തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന തരത്തിലാണ്. പക്ഷെ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ മുദ്ര അതിന്മേലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് മുദ്ര ഉണ്ടെന്നല്ല, ആ മുദ്ര തുറന്നാണ് ദൈവം നമ്മെ ഗ്രഹിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ തർക്കിക്കുന്നവർക്കല്ല അതിന്റെ വെളിപ്പാട്. ദൈവം ആരിലൂടെ മുദ്ര തുറന്നു കൊടുത്തു വെളിപ്പെടുത്തിയോ അവർക്ക് മാത്രമാണ്. കർത്തൃ ദിവസത്തിൽ ആത്മവിവശൻ എന്നാൽ എന്താണെന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10 പറഞ്ഞത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഞാൻ വരികൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നുകൂടെ വായിക്കാം. കർത്തൃ ദിവസത്തിൽ, അതായത് യോഹന്നാന്റെ ദിവസത്തിലല്ല, മനുഷ്യന്റെ ദിവസത്തിലല്ല, ദൈവം സൃഷ്ടിപ്പ് തുടങ്ങി 7ാമത്തെ ദിവസമാണ് വിശ്രമസ്ഥലം. അപ്പൊ ഈ ഇപ്പൊ ഇരിക്കുന്ന 7000 വർഷം ഈ കാലത്തൊന്നും കർത്തൃ ദിവസമല്ല. മനുഷ്യന്റെ പ്രവൃത്തി തീർന്ന ശേഷം ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നിടത്താണ് കർത്തൃ ദിവസം. അതിന് 8ാം ദിവസം എന്ന് പറയുന്നു. എന്നാൽ വേറൊരു തരത്തിൽ നോക്കിയാൽ തിരിഞ്ഞ് 1ാമത് വരുന്നു വീണ്ടും. അപ്പൊ ഈ 7000 വർഷം കൊണ്ട് ദൈവം പ്രതീക്ഷ വെച്ചിരുന്നതിൽ കുറച്ചുപേരെ ദൈവം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവരുമായിട്ടാണ് 1000-ാം ആണ്ട് വാഴ്ച 8ാം ദിവസം. അപ്പോൾ ഈ 7000 വർഷം കൊണ്ട് ആരെ ആയിരിക്കും കൊണ്ടുപോയത്? ജയാളികളെ, ജയാളിയിന്മേൽ ജയാളികളെ. നോക്കൂ, നമ്മൾ പ്രവചനം പറഞ്ഞു, നമ്മളൊരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് നമ്മൾ ഒരു ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ 10 ചുവട് പുറകിലേക്ക് വെക്കുന്നതിന് വേണ്ടി പിശാച് വഴിയൊരുക്കുമെന്നാണ്. 10 ചുവട് പുറകിലേക്ക് വെക്കുന്നതിന്. അപ്പൊ ആത്മീയമായി ശക്തിപ്പെട്ട് ചർച്ചിൽ വരാവുന്ന, അല്ലെങ്കിൽ ഇന്ന് കുറച്ചേരിക്കുമ്പോൾ ഇന്ന് മെസ്സേജ് കേൾക്കാം, ഒരു പുസ്തകമൊക്കെ എടുത്ത് പേനയൊക്കെ എടുത്ത് ഇരിക്കുമ്പോഴായിരിക്കാം വീട്ടിൽ പ്രശ്നം, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ എന്റെ ചിന്ത തന്നെ, അല്ലെങ്കിൽ വേറെ വഴിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കടവരയുന്ന രോഗങ്ങൾ എന്തെങ്കിലും വരും. ഏതെങ്കിലും തരത്തിൽ അതിന്റെ ആ വീര്യത്തെ ചോർത്തിക്കളയും. സഭയിൽ വരാനിരിക്കുമ്പോഴായിരിക്കും തലേ ദിവസം വരെ ഒരു പ്രശ്നമില്ല, അന്ന് രാവിലെ ചിലപ്പം വിളിച്ചു പറയാം അത്യാവശ്യമാണ് വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊന്ന് അവൻ തന്നെ വീഴുന്ന കയ്യാ കാല തറമ്പ് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അതിന്റെ പുറകെ പോകും. സഭാര എന്ന ദിവസവും
പക്ഷെ അവിടെ ഇതൊരു ശോധനയാണ്. ദൈവം പറയുന്നു ജയിക്കുന്നവൻ, അല്ലെ? വെളിപ്പാട് പുസ്തകം 3:21 വായിച്ചു നോക്കുക. ജയിക്കുന്നവന് ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ജയിക്കുന്നവൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരുന്നത്. അപ്പൊ ജയിക്കണമെങ്കിൽ, ഒരു ക്രിസ്തീയ വിശ്വാസി ജയിക്കണമെങ്കിൽ എപ്പോഴും പ്രതികൂലം ഉണ്ടാവും. പ്രതികൂലമില്ലാതെ എന്റെ വിശ്വാസത്തെ തെളിയിക്കാൻ കഴിയില്ല. എബ്രായ ബാലന്മാര് വിശ്വാസിയായിരുന്നു നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം. പക്ഷെ അവർ വിശ്വാസി ആയിരുന്നു എന്നതിന്റെ തെളിവാണ് പ്രതികൂലം 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. അവരുടെ വിശ്വാസവും 8 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഒരിരട്ടി വിശ്വാസം കൂടെ അല്ല, പ്രതികൂലം 7 ഇരട്ടി വർദ്ധിച്ചപ്പോൾ 7 ഇരട്ടി ജയിക്കണമെങ്കിൽ 1 ഇരട്ടിയെങ്കിലും വിശ്വാസം വർദ്ധിക്കണം. അവനാണ് ജയാളി. നമ്മളോ 1 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ട, നമ്മുടെ മുമ്പ് ഒരു പേപ്പറിൽ എഴുതി കാണിച്ചാൽ മതി ഇന്ന് ഹർത്താൽ. ഞാൻ പോണില്ല. അല്ലെങ്കിൽ ആ അസുഖം, ഈ അസുഖം, അല്ലെങ്കിൽ അവിടെ ആ ആവശ്യം, ഈ ആവശ്യം, ആരെങ്കിലും ഞാൻ അതിന്റെ വഴിയൊക്കെ പോകും. എന്ത് വിശ്വാസി, എന്ത് ജനം പ്രാപിച്ചവർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കണക്ക് എപ്പോഴും നിങ്ങൾ നമ്മളെല്ലാവരും എന്റെ ഉൾപ്പെടെ 50 ലക്ഷത്തിൽ 100 കണക്കെടുക്കുക. ഇവിടുന്ന് പോയ സുബിൻ ബ്രദറിന്റെ ഉണ്ട്, കാട്ടാക്കരയുണ്ട്, നമ്മളുണ്ട്, ജിത്തു ബ്രദർ, ഇവിടെ ഉള്ള എല്ലാവരും കൂടെ ഒരു 100 പേരെ കണക്കിടുക. 50 ലക്ഷത്തിൽ നിന്നാണ് 100 പേര്. ദൈവം വിശ്വസ്തയോടെ ഈ 100 പേരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് ഓരോ വ്യക്തിയും അവകാശപ്പെടുന്നുവെങ്കിൽ പ്രതികൂലം 7 ഇരട്ടിയായി വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴും അകത്തിരിക്കുന്ന ഈ ആത്മാവാണ് എന്നെ പ്രതികൂലത്തെ തരണം ചെയ്തുകൊണ്ട് ദൈവവചന പ്രകാരം ജീവിക്കാൻ എന്നെ നയിക്കുന്നത് എങ്കിൽ മാത്രമാണ് ഞാൻ ദൈവത്തിന്റെ മക്കൾ. ഞാൻ പ്രതികൂലത്തിനോട്ട് പോകുന്നത് ബൈബിൾ ഭാഷ പറഞ്ഞ ആരാണ്? എതിർ ക്രിസ്തുക്കളെന്ന ബൈബിൾ വന്നത്. കാര്യം ക്രിസ്തുവിന്റെ ഉപദേശത്തെ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരു പിതാവില്ല. പിതാവല്ലേ പരിശുദ്ധാത്മാവ്. അപ്പൊ പിന്നെ എതിർ ക്രിസ്തുക്കൾ നമ്മളെന്ത് അവകാശപ്പെടും? അപ്പാ പിതാവേ എന്ന് വിളിക്കും. ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നതാണ് പ്രവാചകൻ പറയുന്നത്. ദൈവത്തെ പിതാവേ എന്ന് പറഞ്ഞാൽ അങ്ങ് പറയുന്നില്ല ഞാൻ അനുസരിച്ചോളാം, ഐ സറണ്ടർ ആൾ. ഒന്നും കേൾക്കാതെ ദൈവത്തെയാണ് മറ്റുള്ള ജാതികളെക്കാളും നമ്മൾ എന്താ പറയുന്നത്. നമുക്ക് നമ്മളെ കൊണ്ട് കൊടുത്തില്ലേ, ഈ പ്രവാചകനെ പറഞ്ഞിരിക്കണേ അന്ത്യനാളിൽ അനേകം പേർ പുറത്തേക്ക് വരുമെന്ന്. നമ്മളെ കൊണ്ട് ഡ്രാറ്റ് കൊണ്ട് കൊടുത്തിട്ട് ആരില്ല, ഒരു മനുഷ്യൻ പോലും വിളിക്കുന്നു, എല്ലാം പോക്കാം. പക്ഷെ തക്ക സമയത്ത് കർത്താവ് ഹൃദയം തുറന്നു കൊടുക്കും. എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ വിശ്വാസത്തിൽ വരെയും ചിലർ പ്രവാചകനെ പറഞ്ഞു തോന്നാം. ഒരാള് പ്രവാചകൻ പറഞ്ഞു തന്നെ സ്ഥാനപ്പെട്ടിട്ട് വിശ്വാസ സ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞ് സ്ഥാനപ്പെടുത്താൻ ആരുമില്ല. അവൻ ഓടി ഒരു ആറ്റിൽ ചെന്നിട്ട് 2 കൈ വെച്ചുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് സ്ഥാനം വേണം കർത്താവ്. ഒരു അദൃശ്യകരം വന്ന് അവന്റെ തലയിൽ വെച്ച് പുറകേക്ക് മറിച്ചു. പ്രവാചകന്റെ സാക്ഷിയാണ്. ആ വ്യക്തി വന്നു, പ്രവാചകൻ പോയി സാക്ഷ്യം വന്നറിയിച്ചതാ, ആരുമില്ലായിരുന്നു. ആ വ്യക്തി സ്ഥാനപ്പെട്ട് പിന്നീട് വന്നപ്പോഴാണ് നോക്കൂ കർത്താവ് ഇതുപോലെ നമ്മളെ കൊടുത്ത സാക്ഷി. അപ്പോൾ നമ്മൾ മാർത്തസിക്ക് നമ്മൾ ട്രാക്ക് മാർത്തസിക്ക് അല്ല കൊടുത്തത്. ആ പ്രദേശത്തെ കൺവെൻഷന് പോയപ്പോൾ നമ്മൾ ട്രാക്ക് കൊടുത്തിട്ട് പോയി, കൊടുത്ത് കിട്ടിയവനാരോ വലിച്ചു കളഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ഒരുത്തൻ ഞാൻ ചവിട്ടി കളയുന്നു. സഹോദരി എടുത്തിട്ട് അതിന് കർത്താവ് എന്ന് പറഞ്ഞ് പേഴ്സിനകത്ത് വെച്ച് പോയി ചെന്ന് നോക്കി വിളിച്ചു, ദൈവം വന്നു. അപ്പൊ ഈ സിസ്റ്റർക്ക് ഈ ട്രാക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആരെ ഉപയോഗിച്ചു? ഏതോ ഒരുവനെ ഉപയോഗിച്ചു. അവൻ അതിനെ വലിച്ചു കളഞ്ഞു പോയത് അവർക്ക് കിട്ടി. അവരുടെ സ്വഭാവം തന്നെയാണ് വരിവരികിൽ ഏത് ട്രാക്ക് കണ്ടാലും അന്ന് നിന്നും പറയിക്കൊണ്ട് പോവുക. അതിൽ നിന്ന് ദൈവം നിങ്ങളിലേക്ക് ജീവനെ കൊണ്ടുവരിക. ആലോചിച്ചു നോക്കൂ, ദൈവം എത്ര വലിയവൻ. എല്ലാം നിസ്സാരം, അവൻ മരണത്തിന് വേണ്ടി ചവിട്ടിക്കളഞ്ഞതാ, അതിൽ ദൈവം ഒരു ജീവനെ കൊണ്ടു. അതുപോലെ നമ്മളീ കൊണ്ടുകൊടുക്കുന്ന ട്രാക്കിന്റെ ആൾക്കാരും വിളിച്ചില്ലെങ്കിൽ നമ്മുടെ എന്താ എല്ലാം പോകാം. അതിൽ ആടൊന്നും ഇല്ലെന്നേ, ദൈവത്തിന്റെ ജനമൊന്നും ഇല്ല. ഹൃദയം മുറുകിയിരിക്കുകയായിരിക്കും. ഏതെങ്കിലും കാലഗതിയിൽ ഇതൊക്കെ കേട്ട് കർത്താവ് അവരെവിടെ എന്താണെന്ന് അറിയുന്നില്ല, അവൻ അവിടെ ഇരുന്ന് വിളിച്ചാൽ മതി. അവസാനം വിളിച്ചാൽ അവൻ എന്താ കാത്തിരിക്കുന്നത്? അവൻ എവിടെ ഇറങ്ങിയത്? സ്നാനപ്പെട്ടു. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന് മനസ്സിലായി ഞാൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞതാണ്. ഒന്നാമത്തെ കർത്താവ് അല്ലെങ്കിൽ യേശു ഈ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അതായത് ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളെ യഹോവയാണ് നീ അറിഞ്ഞു വന്നിരിക്കുന്നത്. നീ പുതിയ രാജ്യത്വം പ്രാപിക്കും, നീ തന്നെ കർത്താവ്. അതായത് യേശു റോമർ 10:9 പ്രകാരം പറഞ്ഞാൽ യേശു തന്നെ കർത്താവ് തിരിച്ചറിഞ്ഞു. അവന് വേറെ ചാൻസ് ഇല്ല, രക്ഷിക്കപ്പെട്ടു. ഇതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന ട്രാക്ക് വായിച്ചിട്ട് ആരെങ്കിലും ഒരുവൻ വരും അവസാന സമയം അനേകം രക്ഷിക്കപ്പെടുന്നത് കർത്താവ് പ്രവാചകനല്ല, കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ അവസ്ഥയോ ഏറെ അറിഞ്ഞവരോട് ഏറെ ചോദിക്കും. അവനൊന്നും ഒരു ട്രാക്കിൽ നിന്ന് വായിച്ചതേ ഉള്ളൂ. അവൻ അവസാന നിമിഷം ഒരൊറ്റ വിളി പിടിക്കും, അവൻ പോകും. നമ്മളോ എന്നോ കർത്താവിന് അകലെയായിരിക്കും.
അതുകൊണ്ട് ഇതിനകത്ത് വന്നിട്ട് ഇതിനകത്ത് പറയുന്നതും കേൾക്കുന്നതും വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു മൂലം ഈ കഷ്ടത സഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് യോഹന്നാനെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ടാണ്. യോഹന്നാനിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അവനെ ജീവനോടുകൂടി അവശേഷിപ്പിച്ചാൽ ദൈവനാമ മഹത്വത്തിനായിരിക്കുമെന്നതും കർത്താവിന് നല്ലോണം അറിയാം. നമ്മളൊക്കെ ഇതുപോലെ ആരെങ്കിലും പിടിച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്നെ രക്ഷപ്പെടുത്തിയത് ദൈവത്തിനെന്ത് മഹത്വം? ഈ പ്രവാചകന്റെ ഒരു മെസ്സേജ് ഉണ്ട്, എന്തിനു വേണ്ടി? ഓരോന്നും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു സഹായം ചെയ്തു തരണമെങ്കിൽ എന്തിനു വേണ്ടി? ഒറ്റ മറുപടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. എങ്കിലും ദൈവം അത് ചെയ്തു തരും. ഇല്ലാത്തത് അസാധ്യതകളെ തുറന്നു തരും. പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവമില്ല, അത് നൽകിയ കർത്താവില്ല, ഒന്നുമില്ല. അതാണ് ഏറിയ ഭാവം. പിന്നെ എവിടെയെങ്കിലും വിഷമമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായി, രോഗമായി, ദുരിതമായി, എല്ലാവരും ഒറ്റപ്പെട്ട് ആരും ഇല്ലെന്ന് പറയുമ്പോൾ ഓടി വരും കർത്താവേ എന്ന് പറഞ്ഞു. ദൈവം കേൾക്കില്ല. കേൾക്കോ? ഇല്ല. ഞാനൊരു മെസ്സേജ് ഒരു കേട്ടതാണ്. പ്രവാചകൻ പറയണം, കേൾക്കും. എങ്ങനെ കേൾക്കും? പൂർണ്ണമായും മാനസാന്തരപ്പെട്ട് തിരികെ വന്ന് കർത്താവേ ഇനി ഞാൻ അങ്ങേ വിട്ടു പോകില്ല എന്ന് പൂർണ്ണമായും ധ്യാനത്തോടു കൂടി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴും കർത്താവിനറിയാം ഒരാഴ്ച കഴിഞ്ഞ് അനുഗ്രഹം പ്രാപിച്ച് പോകുമോ ഇല്ലയോ എന്നറിയാം. കാരണം ദൈവം ആദ്യത്തോടെ അന്തം കാണുന്നതാണ്. ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. പലതവണ കർത്താവ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ കർത്തൃത്വം നമ്മുടെ മനുഷ്യന്റെ പ്രവൃത്തി കഴിക്കും, ഇത് ദൈവത്തിന്റെ പ്രവൃത്തി. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിർജീവമാകണം. ഞാൻ എന്നെ നിർജീവമായാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ തുടങ്ങും. ഓക്കെ, നാം യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അവന്റെ ആത്മാവിലായിരിക്കണം. യോഹന്നാൻ തന്റെ ആത്മാവിലായിരുന്നു എന്നല്ല, യോഹന്നാൻ തന്റെ ആത്മാവിലായിരുന്നു എന്നല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ വിവശനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് കാലാന്തരത്തിൽ എന്താണോ വേണ്ടുന്നത് അതിലേക്കായി യോഹന്നാനെ ഒന്ന് മന്ദമാക്കിയിട്ട് ദൈവം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. സ്വന്തം ആത്മാവിനാൽ ദർശനങ്ങൾ കാണുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാലാണ് അവൻ അത് സാധിച്ചത്. നമുക്കും അപ്രകാരം തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവില്ല എങ്കിൽ നമ്മുടെ പ്രയത്നങ്ങൾ വൃഥാവിലാണ്. ഇതാണ് അനുഭവം പറഞ്ഞത്. ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്ന യഥാർത്ഥ ആരാധന. ആ മെസ്സേജ് പറഞ്ഞത് ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി ദൈവം ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അത് ചെയ്യാത്തിന്റെ വചനത്താൽ ജീവിക്കുന്നതിന് ദൈവം നമുക്ക് നൽകിയ വെളിപ്പാടുകൾ നാം മനസ്സിലാക്കിയിരിക്കും. വചനത്താലല്ല, വചനം എല്ലാവരും കഴിയുമ്പോൾ ആർക്കാണ് വെളിപ്പാട് ലഭിക്കുന്നത്? ദൈവം കൽപ്പനകളെ ലഭിച്ച് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ ആ വെളിപ്പാട് ലഭിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം പൂർണ്ണ ഹൃദയത്തിൽ എന്നെ മനസ്സിലാക്കി. എന്റെ ഹൃദയം താഴ്മയാണ്, അത്രത്തോളം എളിമയിൽ താഴ്മയിൽ ക്രിസ്തുവിൽ നിന്നല്ലാതെ എനിക്ക് ഏതൊന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് പൂർണ്ണമായി ക്രിസ്തുവിൽ ഡിപ്പെൻഡ് ചെയ്താൽ അറിയാം യവന് നൽകി അത് നിലനിൽക്കും. ഇല്ലെങ്കിൽ നൽകി കഴിയുമ്പോൾ അതിന്റെ ആധിക്യത്താൽ നിഗളിക്കും. അപ്പൊ അങ്ങനെ യവൻ നിലനിൽക്കുമെന്ന് ബോധ്യമുണ്ട്. ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ അതിനെ വിശ്വസിച്ച് പ്രമാണിച്ചെങ്കിലും തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അത് ചുരുക്കം വരാണ്, വളരെ ചുരുക്കം വരും. അവരുടെ കാര്യങ്ങളോട് പറയുന്നത് പ്രസവിച്ചോളൂ. യേശു ക്രിസ്തുവിൽ നിന്ന് ഈ മഹത്തായ വെളിപ്പാടുകൾ ലഭിക്കുന്നതിന് കേട്ടോ, വെളിപ്പാട് ആരിൽ നിന്ന്? ആ വചനം ശരിയായി പോകുന്നുണ്ടല്ലോ. കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചനുസരിക്കുന്നതിന് പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും. അപ്പൊ വെളിപ്പാട് ആര്? യേശു ക്രിസ്തു. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ യേശു ക്രിസ്തുവിൽ നിന്നും വെളിപ്പാട് ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുന്നതിന് ദൈവം നാം നൽകിയ വെളിപ്പാട് നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നുകൂടെ അതിനകത്ത് കിടക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം എനിക്ക് ജീവിക്കാൻ വേണ്ടുന്ന മന്ന ആകണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടണം? വെളിപ്പാട് കിട്ടിയിരിക്കണം. ഹലോ, ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ലോകത്തിലുള്ള എല്ലാവരുടെയും കൈ. വളരെ മർമ്മപ്രധാനമായ കാര്യം പറയണം, ഉണർന്നിരിക്കണം.
ദൈവത്തിന്റെ വചനം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ ദൈവവചനം എന്റെ ജീവനായി തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം പറഞ്ഞാൽ ഒന്ന് അല്പസമയം എഴുന്നേറ്റേക്ക് ഒന്ന് പുറകോട്ട് പോയിട്ട് ഈ പറയുന്ന ജീവൻ നമുക്കുണ്ടാവും. നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് ജീവനായി തീരണമെങ്കിൽ എനിക്ക് വെളിപ്പാട് ലഭിക്കണം. വെളിപ്പാട് ഇത് ദൈവം നൽകുന്നതാണ് ജീവൻ. ദൈവം ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിനകത്തുള്ള ജീവൻ എന്നിൽ വരണമെങ്കിൽ എന്നെ പൂർണ്ണമായും വിലയിരുത്തിയ ദൈവം എനിക്ക് വെളിപ്പാട് തന്നാലേ വചനം എന്നിൽ ജീവനാവുള്ളൂ എന്ന് പറഞ്ഞതാരാ? ജീവന്റെ ഉടയവനായ ക്രിസ്തു. അതല്ലാതെ എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ദൈവത്തെക്കാൾ വലിയവനായി. ഈ വിഗ്രഹാര പൂജ ചെയ്യുമ്പോഴത്തേക്ക് വിഗ്രഹത്തിന് ദൈവത്തിന് ആവാഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തെക്കാൾ വലിയവനായി ഈ പൂജാരി. സ്വർഗത്തിരിക്കുന്ന ദൈവത്തെ ആവാഹിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന ദൈവം ഇതിലായി. അതുപോലെ ദൈവം വെളിപ്പെടുത്തി തരാതെ നമുക്കിത് കിട്ടില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നാൽ ഈ നമ്മുടെ കയ്യിൽ നമുക്ക് ഈ പറഞ്ഞിട്ട് കണ്ടന്റ് മനസ്സിലായോ? ദൈവം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ബൈബിള് അല്ലെ, കുഞ്ഞുനാൾ പോലെ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്തുനിന്ന് കർത്താവ് യേശുക്രിസ്തു നാമമാണ് പ്രാധാന്യം നമുക്കെല്ലാം മനസ്സിലായോ? അത് മനസ്സിലായി അപ്പോഴാണ് നമുക്ക് ജീവൻ വരുന്നത്. അപ്പൊ ജീവൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഈ പറയുന്ന തൃത്വം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു, ഒന്ന് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് നമ്മൾ പൊടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവനായത്. ഇത് നമുക്ക് ജീവനായി പരിണമിച്ചത് കൊണ്ടാണ് ഈ ജീവനുമായി അനേകം പേർ അതിലേക്ക് പോകുന്നത്. കാര്യം എന്താ? അവരായിരുന്ന അവസ്ഥ, അവരിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇരുന്നത്. അവർക്ക് ജീവനില്ലായിരുന്നു, നമുക്കും ഇല്ല. അവർക്ക് ഇല്ല എന്നും നമുക്ക് ഇല്ലായിരുന്നു എന്നും ഉറപ്പുള്ളത് കൊണ്ട് ആണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് വന്ന് സംഗമിച്ചതാണ് വെളിപ്പാട്. അതാണ് കൃപ. ആ വെളിപ്പാട് ലഭിച്ച ശേഷമാണ് ഈ മെസ്സേജ് പോലെ എനിക്ക് ജീവനായത്. എങ്ങനെയാണ്? നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇതിനെ പറഞ്ഞവരുണ്ട്, ഈ പടത്തെയൊക്കെ പറഞ്ഞവരുണ്ട് അല്ലേ? അറിവില്ലായ്മയുടെ കാലം. എന്നിട്ട് നമ്മൾ ഓരോന്നും വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അവർ ക്ഷമ ചോദിച്ചു. ആമേൻ, കർത്താവേ സ്തോത്രം. ഇനിയാണ് അവർക്ക് ഇത് ജീവനാകുന്നത്. ഈ മെസ്സേജ് തള്ളിക്കളയുമ്പോൾ വചനം തള്ളിക്കളയും ചെയ്താൽ പിന്നെ അത് ജീവനായില്ല. അതിനു മുമ്പ് ദൈവം ഒരു വെളിപ്പാട് നൽകി. ആ വെളിപ്പാടാണ് എന്നെ ജീവനിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് വചനം. അപ്പൊ വചനം പരീക്ഷണം പറ്റിയ സംഭവമുണ്ട്. വചനം എപ്പോഴാണ് ജീവനായി തീരുന്നത്? വെളിപ്പാട് ലഭിക്കുമ്പോൾ. വെളിപ്പാട് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഇത്രയും സമയം പ്രസംഗിച്ചാണ്, പ്രസംഗം നടക്കുന്നുള്ളൂ. ഞാൻ പിന്നീട് പറയുന്നത് 7 വർഷമായിട്ടൂടെ പഠിപ്പിക്കുകയാണ്. ഞാനാണ് പഠിപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ആരെ പറഞ്ഞു ഞാൻ ഈ ഒരു കാര്യം പഠിപ്പിക്കില്ല, വായിച്ചു വിടും. ഇത്രയും സമയം അതാണ് ചെയ്തത്. കാര്യം കർത്താവാണ് നിങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ഓരോന്നും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവുമായിരുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് പഠിക്കാൻ വരുന്നു, പാസ് പഠിപ്പിക്കുന്നതിലേക്ക് വരുന്നു, പോകുന്നു. ഇപ്പോൾ ഇത് തന്നെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ മെസ്സേജ് എനിക്ക് ജീവനാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കും. ഇപ്പൊ പറഞ്ഞാണ് വെളിപ്പാട് ലഭിക്കണം. ഇനി തിരിച്ച് വെളിപ്പാട് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞതാണ്. എന്താണ് വചനം? പറ ഇപ്പൊ ഒരു വചനം പറഞ്ഞു. ദൈവത്തിന്റെ കൽപ്പനകളെ ലഭിച്ച് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ. അപ്പൊ വെളിപ്പാട് എങ്ങനെ കിട്ടും? ദൈവത്തിന്റെ വചനം. ഇതൊക്കെ പരീക്ഷിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഇരിക്കും? ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് എന്താ ഐസബ്രദർ ദേശത്തിരിക്കുമ്പോഴേക്കും ബ്രദർ ഒന്നും പറഞ്ഞില്ല, ഒന്ന് ഉണർന്നിരുന്നാൽ നന്നായിരുന്നു. അത്ര കഷ്ടപ്പെട്ടല്ലേ ബ്രദർ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. എനിക്ക് വേണമെങ്കിൽ വെറുതെ പറഞ്ഞിട്ട് പോവാ. ഈ ഓരോന്നോരോന്നും ഇതിനകത്ത് കർത്താവ് തരുമ്പോ അത് നിങ്ങൾക്ക് അതുപോലെ കിട്ടണമെന്ന് പറയുമ്പോൾ വീണ്ടും തരും. നിങ്ങൾ ഇതിലേക്ക് നന്ദിയില്ലെങ്കിൽ ആരൊക്കെയോ ചിലപ്പോൾ ഒന്നോ രണ്ടോ എത്രയോ തന്നില്ല. ഹൃദയം ദാഹിച്ചിരിക്കുന്ന ആരോ ഉണ്ട്, അവർക്ക് വേണ്ടിയില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നും രാവിലെ വായിച്ചിട്ട് കുറെ അടയാളപ്പെട്ട് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല, ഉള്ള സത്യം പറയാണ്. ഇതിനാണ് സഭ ദൈവം വെച്ചിരിക്കുന്നത്. സഭയിൽ വരണമെന്നും സഭാരാധന അലക്ഷ്യമാക്കുന്നു. നമ്മൾ വന്നപ്പോൾ നമുക്ക് വേണ്ടി ദൈവം നൽകുന്നു. ഇതൊക്കെ വീട്ടിൽ വായിച്ചു, നമ്മളൊക്കെ വായിച്ചതല്ലേ, ഞാനും ഇന്നും വായിച്ചതാണ്. എടുത്ത മാർക്ക് ചോദിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. അതിനകത്തുള്ള സത്യം ഒന്ന് ആലോചിച്ചു. എവിടെയെല്ലാം ഏതെല്ലാം വചനം കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്ന കൽപ്പന പ്രമാണിച്ചു. ഓക്കെ, ഞാൻ ഇതൊന്നും പറയുന്നില്ല. കൽപ്പന പ്രമാണിക്കാൻ ദൈവം പറഞ്ഞത് എത്ര കഷ്ടമാണെങ്കിൽ അതങ്ങ് അനുസരിച്ചാൽ മതി. അങ്ങനെ പോണ വഴിക്ക് തളർന്നു വീണാലും ദൈവം ജീവനിലേക്ക് ആക്കി തീർക്കുമെന്ന്. കാര്യം ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലോകം പറയുമോ പള്ളി പോയി ഒട്ടും വയ്യാതിരുന്ന സമയത്ത് പോകരുതെന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ ചില വരണത് കാണാം.
കുഴഞ്ഞ് ഇവിടെ വന്ന് തളർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ വീഴുന്നെന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിൽ കാണുന്നുണ്ട്. ജീവനൊന്നും കഴിയുന്നില്ലല്ലോ. ബൈബിൾ പറയുന്നത് ഈ ലോകത്തെ ജീവനെ സ്നേഹിക്കുന്നവൻ ആ ജീവനെ കളയുമെന്നാണ്. അപ്പൊ എത്ര വഴിയെങ്കിലും വേണ്ടില്ല, എനിക്ക് ആലയത്തിൽ പോകണം, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചനുസരിച്ച് തലയിട്ട് വീണാലും ശരി, വഴി വീണാല് ഞാൻ ഒന്ന് വഴക്കുറേണ്ടത് സുരഭിയില്ലാതെ ഒരു ദിവസം ഒറ്റയ്ക്ക് വന്ന് തളർന്നു വീഴുന്ന കണ്ടക്ടർക്ക് അറിയാമോ, അഡ്രസ് പോലും കയ്യിലില്ല, ഫോൺ കയ്യിലില്ല, ഇത് എവിടുത്തെ സിസ്റ്റർ, ആരാണ്, എവിടെയാണ് ലഭിക്കും. അതുകൊണ്ട് എത്ര വഴിയെങ്കിലും വരുന്നു നല്ലത്. പ്രാണസിദ്ധമായ ആരാണെന്ന് ശരി തന്നെ ഇപ്പൊ സന്നിച്ച ഇടിക്കുന്നത് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ചെലവിടുന്ന ഓരോന്നിനും പ്രതിഫലമുണ്ട്. ഒന്നും വ്യാജമായി ചെയ്യരുത്. ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കും. ആത്മാർത്ഥതയുള്ള 100%. ഈ ഒരു കാര്യം എന്തെങ്കിലും കിട്ടാൻ ദൈവത്തിന് പ്രാപിക്കാനായിട്ടും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയൊക്കെ പ്രതിഫലം കിട്ടിപ്പോയി. മറ്റാരും അറിയുകയും ചെയ്യരുത്. എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി ഇനിയും അത് ഞാൻ സഹായിപ്പോ അങ്ങനെ വരരുത്. ദാഹത്തോടുകൂടെ വരുന്നവനെ ദൈവം നിറയ്ക്കും. അത് ദൈവം ഹൃദയങ്ങളെ കാണുന്നവനാണ്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ മെസ്സേജ് ജീവനായി തീരുന്നപ്പോഴും വെളിപ്പാട് ലഭിക്കുമ്പോൾ, വെളിപ്പാട് എപ്പോൾ ലഭിക്കും? ദൈവത്തിന്റെ വചനം ഇന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ തന്നെ പ്രമാണിച്ചനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട് ലഭിക്കുന്നു. വെളിപ്പാട് ലഭിച്ചവനും ഈ വചനം ജീവനായി തീരുകയും ആ ജീവൻ എന്നെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എടുക്കുന്ന 7 മുദ്ര പുസ്തകമാണ്. 7 മുദ്ര എന്ന് വെച്ചാൽ അതിനകത്ത് 10 പുസ്തകമുണ്ട്, 10 ഒട്ടകങ്ങളാണ്. റബേക്ക ആർക്ക് വെള്ളം കോരി കൊടുത്തു? 10 ഒട്ടകത്തിന്. റബേക്ക ആർക്കു വേണ്ടി അധ്വാനിച്ചുവോ ആ ഒട്ടകം തന്നെ അവളെ മണവാളന്റെ അടുക്കിലേക്ക് എത്തിച്ചു. നമ്മുടെ മെസ്സേജ് ആണ് 10 ഒട്ടകങ്ങൾ. ഇവിടെ ഒരു 4-5 വർഷം മാലിപ്രദം എടുത്തതാണ്. ഈ സന്ദേശമാണ് ഒട്ടകങ്ങൾ. ഇതിന് വേണ്ടി ഞാൻ ചെലവഴിച്ച്, ഇതിനു വേണ്ടി എന്റെ ജീവൻ വെടിഞ്ഞു. അത് നോക്കണമെന്നതാണ്. ജീവൻ വെടിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിട്ടതേ ഉള്ളൂ. ഇത് തന്നെ ജീവനായി തീരും. എന്നെ എന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക് എത്തിച്ചു. അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അബ്രഹാമിന്റെ കാലം മുതൽ ഈ ലാപ്ടോപ്പ് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുത്തിയിരുന്ന് എഴുതി പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. റബേക്ക വിളിച്ച് ചോദിച്ചു, നീ അവന്റെ കൂടെ പോകുന്നുവോ? ഞാൻ പോകുന്നു. കാര്യം എന്താ? ഇനി അവിടെ വീട്ടുകാർക്ക് അപ്പനും അമ്മയ്ക്കുള്ളതല്ല, ഭർത്താവിനുള്ളതാണ്. അത് തന്നെയാണ് കിണറ്റ് കയറുന്ന സ്ത്രീ. ക്രിസ്തു ആരാണെന്ന് പരിചയപ്പെടുത്താൻ വഴി ഞാൻ പോണ വഴിക്ക് ഇല്ല കൊടവടായി നോക്കില്ല. അവൾ കുറെ കൊടുക്കാൻ പോയില്ല. അവൾക്ക് മനസ്സിലായി യേശു വന്നതിന്റെ ബാക്കി പൂർത്തിയാക്കേണ്ട ഞാനാണ്. പാപികളെ രക്ഷിക്കാൻ യേശു വന്നെങ്കിൽ പാപികളുടെ പട്ടണത്തിൽ പോയി അറിയിക്കേണ്ട ബാധ്യത അവൾക്കാണെന്ന് അവളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് പ്രീഡിസ്റ്റിനേഷൻ ഉള്ളതാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഇറങ്ങിത്തിരിക്കണം കർത്തൃ സേവ നിമിത്തം. അവിടെയൊക്കെ വിഴുന്നു പോയിരുന്നാലും കർത്താവ് എടുത്തു പോകും. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തുവിൽ നിന്നും ഈ മഹത്തായ വെളിപ്പാടുകൾ ലഭിക്കുന്നതിന് യോഹന്നാൻ പരിശുദ്ധാത്മാവിലായതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുന്നതിന് ദൈവം നമുക്ക് നൽകിയ വെളിപ്പാടുകൾ നാം മനസ്സിലാക്കിയിരിക്കണം. അതിന് നാം ആത്മാവിലാകേണ്ടതുണ്ട്. ഉദാഹരണമായി എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്. അതിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് കേവലം വായിച്ച് കടന്നു പോകുന്നതല്ലാതെ അതിന്റെ അർത്ഥം വേണ്ട വിധത്തിൽ അവർ അറിയുന്നില്ല. യഥാർത്ഥത്തിൽ അവർ ആത്മാവിൽ ആയി അത് കണ്ടിരുന്നുവെങ്കിൽ, എങ്ങനെ? ഈ കണ്ണുകൊണ്ടല്ല, ആത്മാവിലായി അതൊന്ന് കണ്ടിരുന്നുവെങ്കിൽ നമുക്കാണ് അതിന്റെ ഭാഗ്യം ലഭിച്ചത്. കോടിക്കണക്കിന് ജനത്തിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് മാനസാന്തരപ്പെടുകയും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും, അങ്ങനെ ചെയ്യുമ്പോൾ അവരെ തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തന്റെ വാഗ്ദത്തം നിറവേറ്റുന്നതിന് ദൈവം ബാധ്യസ്ഥനാണെന്നും അവർക്ക് മാത്രം മനസ്സിലാകും. ഞാൻ ഇതിനെ വിശദീകരിക്കുന്നില്ല, ഇത്രയും മാത്രം പറയാം. ഒന്നുകൂടെ വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് അത് ചെയ്യേണ്ടതിന്റെ ആവശ്യം, അങ്ങനെ ചെയ്യുമ്പോൾ അവരെ തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ തന്റെ വാഗ്ദത്തം നിറവേറുന്നതിന് ദൈവം ബാധ്യസ്ഥനാണ്. നമ്മൾ ചെയ്യുന്നതൊന്നും സാധിക്കുന്നില്ല, പരാജയമാണെങ്കിൽ വിചാരിച്ചു കൊള്ളുക, ഇവിടെ പറഞ്ഞ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ ദൈവം ബാധ്യസ്ഥനാണ്. കാര്യം ഇത് മുഴുവൻ നമുക്ക്, അത് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും എടുക്കാം കേട്ടോ, ഞാൻ മെയിനായിട്ട് പറഞ്ഞു എന്തായിരുന്നു വീണ്ടും എടുക്കാം. അബ്രഹാമിന് ദൈവം നേരിട്ട് കൊടുത്ത അനുഗ്രഹങ്ങൾ മുഴുവൻ ഇന്ന് നമ്മളുടെ വാഗ്ദത്തമായി എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്.
ഹൃദയത്തിൽ വന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസം എപ്പോൾ എന്നിൽ വരുന്നുവോ ആ സെക്കൻഡിൽ ആ അനുഗ്രഹം തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതെല്ലാം എവിടെ ആകുന്നു? എന്റെ ഹൃദയത്തിലാകുന്നു. ഞാൻ അവനുമായി ഏകാത്മാവായി കഴിഞ്ഞു. പിന്നെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സകല പ്രതികൂലവും നീങ്ങിപ്പോകും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം അപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുണ്ടോ? മാനസാന്തരപ്പെടേണ്ടത് തിരുവത്താഴോട് മാനസാന്തരപ്പെടേണ്ടവർക്ക് മാനസാന്തരപ്പെട്ട് ലാസ്റ്റ് പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിക്കപ്പെടുന്ന സമയത്ത് സാക്ഷ്യങ്ങളുണ്ടാണെങ്കിലും ഒരു സാക്ഷ്യം ഉണ്ട്. ഓക്കെ, അത്രയും 3 10 കൂടെ വചനെടുക്കാനാണ്. ഓക്കെ, ഒരു ഉദാഹരണം മറ്റൊരു ഉദാഹരണം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് രോഗസൗഖ്യം വേണമെന്നിരിക്കട്ടെ. എന്താണ് വചനം പറയുന്നത്? കൊള്ളാം, ആ കാര്യം എണ്ണമില്ലാതെ വണ്ണം അനേകം തവണ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. രോഗസൗഖ്യം വരികയില്ല. എന്നാൽ നാം വായിച്ചത് ഒരിക്കലും ആത്മാവിലായിരുന്നില്ല. അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി തരുവാൻ നാം ദൈവത്തോട് എപ്പോഴെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നാം മൂപ്പന്മാരെ വിളിക്കുകയും പാപമേറ്റു പറഞ്ഞ് അവരാൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുകയും അങ്ങനെ സൗഖ്യമാവുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിന്റെ വചനം നിറവേറപ്പെടണമെങ്കിൽ നാം ആത്മാവിലായിരിക്കണം. ഈ ലോകത്തിലുള്ളവർ എപ്രകാരം ഈ ലോകത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ലോകത്തിലുള്ളവർ ലോകത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിലുള്ളവർ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നത്. അവർ പലവിധ കായിക വിനോദങ്ങളിലും നൃത്തങ്ങളിലും മറ്റുമെല്ലാം ആനന്ദം കണ്ടെത്തും. അത്തരം കാര്യങ്ങളുടെ ഒരു ആത്മാവിനുള്ളിൽ അവർ പ്രവേശിക്കുന്നു. അങ്ങനെ അവർ ആ വക കാര്യങ്ങളുടെ ഒരു ഭാഗമായി തീരുന്നു. ക്രൈസ്തവർ ദൈവത്തിന്റെ ആത്മാവില ആകുന്നതിനെ അങ്ങനെയുള്ളവർ എത്രമാത്രം വെറുക്കുന്നു എന്ന് മനസ്സിലാകുന്നുവോ? അതായത് കലാപരമായി TV-യിൽ വരുന്നത് ശരി തന്നെ, ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഈ മോശമായ കോമഡി പറയുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് അങ്ങനെയല്ലേ വായിച്ചു പറഞ്ഞത്. തമാശ, അതായത് മോശമായ തമാശകൾ പറയുന്നതൊന്നും കാണാൻ പോകരുത്. അടുത്ത ദിവസം ചെല്ലാത്തോണ്ട്. അതുപോലെ കായിക വിനോദങ്ങൾ, TV പ്രോഗ്രാമുകൾ, ഇതെല്ലാം നമ്മളെ ലോകത്തിന്റെ ആത്മാവിനാണ് എന്ന് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിരിക്കുന്നവൻ ഇതിൽ നിന്ന് ഓടിപ്പോകും. അപ്പൊ ലോകത്തുള്ളവർ അവർ നമ്മെ മതഭ്രാന്തന്മാരാണെന്നും വിശുദ്ധ ഉരുളൽക്കാരാണെന്നും വിളിക്കുന്നു. അവരുടെ വെറുപ്പും പ്രതികൂലവും മനസ്ഥിതിയും നമ്മോടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ പ്രകടിപ്പിക്കും. എന്തുകൊണ്ട്? നമ്മൾ അവരെ പോലെ ചെന്നിരുന്ന് കാണുന്നില്ല. ഒരു കത്തോലിക്കൽ അച്ഛൻ എനിക്ക് പറയാണ്, ഞാനും എന്റെ മക്കളും TV കാണും, സിനിമ കാണും, തിയേറ്ററിലും പോയി സിനിമ കാണും. എന്നോടൊപ്പം എന്റെ ഭാര്യയുടെ മക്കളോടൊപ്പം വന്നിരുന്ന് എന്നോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു യേശുവിനെ എനിക്ക് മതി. യൂട്യൂബിൽ കിടപ്പുണ്ട്, മുമ്പ് കണ്ടതാണ്. ഒരു പള്ളിയിൽ അച്ഛനാ പഠിപ്പിക്കുന്നത്, ചർച്ചിൽ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സിനിമ കാണാം, എല്ലാം ആകാം, ഒരു കുഴപ്പവുമില്ല. നമ്മോടൊപ്പം യേശു ഉണ്ട്, നിങ്ങൾ ധൈര്യമായി കാണുമായിരുന്നു. ദൈവം ഇതെല്ലാം വെറുക്കുകയാണ്. നമ്മൾ ഈ സഭകാലങ്ങളിലുണ്ട്. പണ്ട് പെന്തക്കോസ്ത് തുടങ്ങിയ സമയത്ത്, വിശുദ്ധീകരണം തുടങ്ങിയ സമയത്താണ് ഈ സിനിമയും അതുപോലുള്ള കാര്യങ്ങൾ കാണരുതെന്ന് ലോകം വിശുദ്ധീകരണം. ലൂതറൻ സഭ പെന്തക്കോസ്തിന് തൊട്ട് മുമ്പ് റോമർ 12:1 നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിനുള്ള ആരാധനയെ ദൈവത്തിന് സമർപ്പിക്കുക, ഇതൊന്നും കാണരുതെന്ന് പറഞ്ഞാൽ അവിടെ മുതലാണ് ഒരു റെസ്ട്രിക്ഷൻ വന്നത്. അപ്പൊ സഭയിൽ ഇത് പഠിപ്പിച്ചു തുടങ്ങി, ഈ വക ആഭാസങ്ങളോ കോമഡികളോ അല്ലെങ്കിൽ സിനിമയോ ഒന്നും കാണരുത്. അപ്പൊ എന്ത് ചെയ്തു? ജനം ആത്മാവിൽ ഒരുങ്ങി തുടങ്ങി. പെന്തക്കോസ് കാലം വന്നപ്പോഴോ കുറെ കൂടെ ഒരുങ്ങി തുടങ്ങി. ഇപ്പൊ പെന്തക്കോസിന്റെ അവസാനമായപ്പോ എന്ത് ചെയ്തു? പിശാച് നോക്കിയപ്പോ യവനെ പറ്റിക്കാൻ എന്ത് മാർഗം? യവൻ സിനിമ കാണാൻ തിയേറ്ററിലും വരില്ല, എത്ര ആഭാസ സിനിമ എടുത്താലും അവൻ വരെയില്ല. എന്ത് ചെയ്തു? നമ്മൾ എന്തൊക്കെ ഉപേക്ഷിച്ചോ അതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഫോണിലാക്കി എന്റെ കൈ തന്നിട്ടുണ്ട്. കൂടെ ഒരു നെറ്റും വെച്ചു, നെറ്റിനകത്ത് എല്ലാം കിടപ്പുണ്ട്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സഭാകാലം എടുത്തപ്പോഴാണ്. എന്നിട്ട് ഏതെല്ലാം അടുത്ത് കൊടുത്തല്ലേ ചോയ്സ് കൊടുത്തു. നോക്കൂ, ഏതെല്ലാം ദൈവവചന പ്രകാരം അരുത് എന്ന് പറഞ്ഞുവോ
പിശാച് അതിനെല്ലാം നന്മയാക്കി തീർത്തുകൊണ്ട് എന്റെ ഫോണിൽ കൊണ്ടുവച്ചു. എനിക്ക് നീ തിയേറ്ററിലും പോണ്ട, ഒരിടവും പോണ്ട, എല്ലാം ആരും അറിയില്ല. തെറ്റിപ്പോകുന്ന വഴികൾ നോക്കൂ. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവാരാധനയുടെ ആത്മാവിൽ നിറയപ്പെടുക. നമ്മുടെ ആത്മാവ് നിർമ്മലവും പുതിയതുമാണ്. അത് യഥാർത്ഥമായും പ്രശാന്ത ഗംഭീരവും കർത്താവിൽ സന്തോഷിക്കുന്നതുമാകുന്നു. ലോകമനുഷ്യർ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ ഉല്ലസിക്കുമ്പോൾ ക്രൈസ്തവർ കർത്താവിൽ അത്യാധികമായി സന്തോഷം കണ്ടെത്തുന്നു. ആമേൻ. ലോകരും ക്രൈസ്തവരും മനുഷ്യരാണ്. രണ്ടു കൂട്ടർക്കും വികാരങ്ങളുണ്ട്. ക്രൈസ്തവരുടെ മനസ്സും വികാരങ്ങളും മഹത്വത്തിന്റെ കർത്താവിലും അവന്റെ സ്നേഹത്തിലും മാത്രമായിരിക്കുമ്പോൾ ഈ ലോകർ ജഡത്തിന്റെ മ്ലേച്ഛതകളെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. 5:35 6 മണിക്ക് തിരുവനന്തപുരം തുടങ്ങേണ്ടതാണ്. ദൂരെ പോകേണ്ടവരൊക്കെ ഇല്ലേ? 6 മണിക്ക് നിർത്തുന്നത്. ഓക്കെ, ഇന്ന് പോകുന്നുണ്ടോ? പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടതെന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായത്, ദൈവം എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ നിർജീവമാകണം. അതായത് കർത്തൃ ദിവസം എന്നിൽ, കർത്തൃ ദിവസം ദൈവത്തിന്റെ ദിവസമോ ദൈവത്തിന്റെ പ്രവൃത്തിയോ എന്നിൽ നിന്ന് ഉത്ഭവിക്കണമെങ്കിൽ ഞാൻ ഏതുമില്ല കർത്താവേ, ഐ സറണ്ടർ ആണ്. നമ്മൾ കൈ ഉയർത്തുന്നത് എന്താ കാണിക്കുന്നത്? ഐ സറണ്ടർ ആണ്. ഞാൻ ഏതുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് കരമുയർത്തി കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ ആരംഭിക്കും. കൈ ഉയർത്തും എന്ത് കാണിക്കുന്നു? ഹൃദയം താഴുന്നു എന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകണം, എങ്കിലേ ദൈവത്തിന് അത് മനസ്സിലാവുകയുള്ളൂ. അടുത്തോ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലല്ല എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ പ്രാവർത്തികമാക്കുകയില്ല. പ്രാർത്ഥിക്കാം. അതുപോലെ ദൈവം നമുക്ക് നൽകിയ ദൈവത്തിന്റെ വചനം വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. എന്നെ കുറ്റപ്പെടുത്തരുത്. കാര്യം എന്താ? ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ വചനം എന്നിലുണ്ട്, എല്ലാം ശരിയാണ്. എനിക്ക് വായിക്കാം, ധ്യാനിക്കാം, അതിന്റെ മേലെ അടയിരിക്കുന്നത് പോലെ വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ പലരും അങ്ങനെ ഇരുന്നാണല്ലോ വർഷങ്ങളോളം. ഒന്നും മനസ്സിലായില്ല. എപ്പോൾ മനസ്സിലായി? ദൈവ കൃപ ലഭിച്ച് ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ചപ്പോൾ. എപ്പോൾ വെളിപ്പാട് ലഭിച്ചു? കേട്ട വചനത്തിന് ആമേൻ പറഞ്ഞപ്പോൾ, ആ സ്നാനം സ്വീകരിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും പിന്നീടാണ് ഈ മെസ്സേജ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എനിക്ക് ജീവനായി തീരുന്നത്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് അവിടുത്തെ എറിയപ്പെടുകയാണ് ചെയ്തത് ലോകപ്രകാരം. എന്നാൽ ലോകത്തിന്റെ ഇഷ്ടമോ ലോകത്തിലെ ജനങ്ങളെല്ലാം സ്നേഹിക്കുന്ന പ്രകാരം നാമും ആയിരിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളെ അതിൽ നിന്നും എടുത്തെറിയപ്പെട്ട് ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് എന്നെ എടുത്തെറിയപ്പെട്ടാൽ അവർ പരിഹസിക്കുമ്പോൾ അവർ പരിഹസിക്കുന്ന ദൈവത്തിന്റെ വചനം വെളിപ്പാടിനാൽ എനിക്ക് ജീവനായി തീരും. കർത്താവായ യേശുവേ, കർത്തൃ ദിവസത്തിൽ ആത്മവേശത്തിലായതുപോലെ കരങ്ങൾ ഉയർത്താം. കരുണയുള്ള കർത്താവേ, നാം ഏതുമേ കർത്താവേ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിട്ടല്ലാതെ എനിക്ക് ഒന്നും ലഭിക്കുകയില്ല. ഞാൻ വായിച്ചത് കൊണ്ടോ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടോ ആണ് എനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട്. നമ്മളും വർഷങ്ങളോളം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിലൊന്നുമല്ല. ദൈവ കൃപയാൽ ദൈവത്തിന്റെ കൃപയാൽ അവിടെയാണ് ദൈവത്തിന് മഹത്വം പോകുന്നത്. കരുണയുള്ള കർത്താവേ, ഇനി തോന്നു നിൽക്കുന്ന ദൈവിക വെളിപ്പാടുകൾ ലോകത്തിന് മറന്നിരിക്കുമ്പോൾ പത്മോസ് ദർശനം തന്നെ ലോകത്തിന്റെ അവസാനത്തോടുള്ള പല കാര്യങ്ങളും കാണിക്കുന്നു. ഒരു സഭ എങ്ങനെ ആയിരിക്കണമെന്ന് കാണിക്കുന്നു, വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്ന് കാണിക്കുന്നു, മണവാട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് കാണിക്കുന്നു. ആത്മാവിൽ വ്യവസ്ഥതായിക്കൊണ്ട് ക്രിസ്തുവിന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അത് കണ്ണാടി പോലെ പ്രതിബിംബിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വചനവും മെസ്സേജും എനിക്ക് ജീവനായി തീർണമെങ്കിൽ ഞാൻ ഓരോ നിമിഷവും ക്രിസ്തുവിനെ ആശ്രയിച്ച് ദൈവത്തിന്റെ വെളിപ്പാട്, അതായത് ഈ പറയുന്ന വചനത്തിന്റെ ആ സന്ദർഭങ്ങൾ ഞാൻ കാണണം. അതങ്ങനെ തന്നെ കാണുമ്പോഴാണ് വെളിപ്പാട് ലഭിക്കുന്നത്. അവനാണ് പിന്നെ അത് മുറുകെ പറ്റുന്നത്. മരണം വന്ന് മുമ്പിൽ നിന്നാലും ലഭിച്ച വെളിപ്പാടിന്മേൽ മുറുകെ പിടിക്കും, അത് ജീവനായി തീരും. കരുണയുള്ള കർത്താവേ,
വെളിപ്പാടിന്റെ ആധിക്യത്താൽ നശിച്ചു പോകാതിരിക്കാൻ പൗലോസിന് ശൂലം കൊടുത്തതുപോലെ, അങ്ങനെ ശൂലം തരാൻ തൊക്കണം നമുക്ക് യാതൊന്നും അറിയില്ല, എങ്കിലും സ്വയത്തിൽ ആശ്രയിക്കാതെ ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് ക്രിസ്തേശൂല ഭാവത്തോടു കൂടി എളിമയിൽ താഴ്മയിലായിരിക്കാൻ ദൈവകൃപയാൽ നമ്മെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവകൃപയാൽ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഞാൻ ഏതുമില്ല കർത്താവേ, അങ്ങനെ ആത്മാവിനെ വഴി നിർത്തണമേ. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ മകനാവുകയുള്ളൂ. അതും അവർ മാത്രമാണ്. യേശു പറഞ്ഞു, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രിയപ്പെടുന്നു. അങ്ങനെ കർത്താവ് വസിച്ചുകൊണ്ട് കർത്താവിന്റെ വരലെടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. നാം മണവാട്ടിയാണെങ്കിൽ മണവാളന്റെ ഇഷ്ടം ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവ് യേശുവെ, ഈ ലോകം എന്ത് തന്നെ പഴിച്ചാലും ഈ പഴിയും ദൂഷ്യയും നിന്നയും പരിഹാസവും ഒക്കെ എന്റെ കീഴത്തിൽ ചാർത്തപ്പെടുന്നൊരു മുത്താണ് എന്നതും കൂടെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയും ലജ്ജ സഹിക്കുവാൻ ഞാൻ ഇനിയും ഓടും. അത് കണ്ടിട്ടില്ല ഞാൻ ഓടുന്നത്. പ്രിയന്റെ ഇഷ്ടത്തിനായി ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു.